ചോദിക്കാറുള്ളത് ശരിയാണ്, കടിക്കുന്ന പട്ടിക്ക് തലയെന്തിനാന്നല്ലേ. പക്ഷേ നമ്മുടെ കൂടെ ഒത്തിരി പുതിയ ആളുകളുണ്ടാവും, അവരോടൊന്ന് പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. അതിനുവേണ്ടിയാണ് ഈ റുബുറു എന്താന്ന് ഒരാളോട് ചോദിച്ചു. അപ്പൊ റുബുറു എന്താണെന്ന് ഞാനിപ്പോ പറയില്ല, അത് അറിയണമെങ്കിൽ അവിടെ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ റുബുറു എന്താണെന്ന് അറിയാൻ വേണ്ടി ഒത്തിരി ആൾ വന്നിട്ടുണ്ട്. മൂർത്തി സാർ പല വിദ്യയും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ റുബുറു എന്താണെന്ന് അറിയത്തില്ല. അത് ഹിന്ദിയിലെ സംവാദം അല്ലെങ്കിൽ നേരിട്ടുള്ള ഇന്ററാക്ഷൻ എന്നേ അതിന് അർത്ഥമുള്ളൂ, വേറൊന്നുമില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഒരു സെഷൻ ചെയ്യണം തോന്നാൻ കാരണം? RCM സിൽവർ ജൂബിലി സെലിബ്രേറ്റ് ചെയ്യാണ്. വളരെ സിമ്പിളായിട്ട് ആളുകൾ പറയാണ് സിൽവർ ജൂബിലി, സിൽവർ ജൂബിലി, സിൽവർ ജൂബിലി. സത്യത്തിൽ അതിൻ്റെ ആ ഒരു 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 വ്യാപ്തി, ആ ആഘോഷത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ അല്പം ഹിസ്റ്ററി നമ്മൾ അറിയണം. അത് അറിയാവുന്നവർ ഒത്തിരി പേരുണ്ട്, പക്ഷേ അറിയാത്തവരാണ് ഭൂരിപക്ഷം. അപ്പോൾ നമ്മൾ ആ ഒരു സെലിബ്രേഷനിലേക്ക് പോകുമ്പോൾ ഈ രൂപാന്തരണ യാത്ര, റാലി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ ഒരു അല്പം പിന്നാമ്പുറം നമ്മൾ അറിയണം. അതുകൊണ്ടാണ് അധികം ആരും അറിയാത്ത, പറഞ്ഞിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഇത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവരോടും സംസാരിക്കണമെന്നാണ് നമുക്ക് ആഗ്രഹം, പക്ഷേ അത് നടക്കുകയല്ലോ. ഒരു ഹാൾ മീറ്റിംഗിലാണെങ്കിൽ കുറെ കൂടെ ഒക്കെ എളുപ്പം. എന്നാലും ഒന്ന് രണ്ട് പേരോടെങ്കിലുമൊക്കെ നമുക്ക് സംസാരിക്കാം. കാരണം RCM ഒരു മഹാസാഗരമാണ്. ഇതിൽ എല്ലാം കിട്ടും. പക്ഷെ എനിക്ക് വേണ്ടത് ഇവിടെ ഉണ്ടെന്ന് അറിയാൻ കഴിയുക, അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. 2, അത് അവിടുന്ന് എടുക്കാനുള്ള സിസ്റ്റം. എനിക്ക് വേണ്ടത് ഇവിടെയുണ്ട്, അതെനിക്ക് കൈവശപ്പെടുത്താനുള്ള സിസ്റ്റം അതിവിടെ ഉണ്ടെന്നും അത് ഓപ്പറേറ്റ് ചെയ്യാനും പഠിക്കണം. തീർച്ചയായിട്ടും ആലോചിക്ക്, 146 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്നാണ് അനൗദ്യോഗികമായ കണക്ക്. കാരണം ഓരോ വർഷവും ജനസംഖ്യ വർദ്ധിക്കല്ലേ, അതിൻ്റെ കണക്ക് വെച്ച് പറയുമ്പോൾ ഏകദേശം 146 കോടി ജനങ്ങളുടെ ലോകത്തിലെ ഏറ്റവും ജനനിബിഡമായ രാജ്യമാണ് ഇന്ത്യ. ഒരു മനുഷ്യന്റെ നിത്യോപയോഗത്തിന് ആവശ്യമുള്ള ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും RCM ലഭ്യമാണ്. വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് വളരെ പ്രൗഡായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്, ഒറ്റ ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഒരു സൂപ്പർ മാർക്കറ്റോ ഹൈപ്പർ മാർക്കറ്റോ നടത്താൻ ഇന്ത്യയിൽ അല്ല, ലോകത്ത് RCM അല്ലാതെ മറ്റാർക്കും കഴിയില്ല. വലിയ വലിയ മാളുകൾ ഉണ്ടാവും, അവിടെയൊക്കെ പല കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ്. പക്ഷേ RCM ഓൺ ബ്രാൻഡ്, ഓൺ പ്രൊഡക്ട്സ് വെച്ചുകൊണ്ട് ഒരു വലിയ ഔട്ട്ലെറ്റ്, ആലോചിച്ച് നോക്കിയേ, എത്ര ധന്യമാണ്, എത്ര സമ്പന്നമാണ് നമ്മുടെ ഈ സംവിധാനം. പക്ഷേ പുതിയതായിട്ട് RCMലേക്ക് വരുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാകണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. കഴിഞ്ഞ മാസം മാത്രം, അതായത് ഓഗസ്റ്റ് മാസത്തിൽ മാത്രം എൻ്റെ ടീമിൽ കേരളത്തിൽ ജോയിൻ ചെയ്ത ആളുകളുടെ എണ്ണം 10,903 ആണ്. ഇറ്റ്സ് എ റെക്കോർഡ്. 10,903 പേര് ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ടീമിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്തു. ടേൺ ഓവറിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ദ ഹയസ്റ്റ് ടേൺ ഓവർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ. ബാക്കിയുള്ള എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യയിലെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ദ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ. അതിൽ ഡിപ്പോകളുടെ കണക്ക് നോക്കിയാൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ടേൺ ഓവറിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന തൃശ്ശൂർ ഡിപ്പോ കഴിഞ്ഞ മാസം 6,44,00,000 സെയിൽ ചെയ്തു. 5.5 കോടിക്ക് മുകളിൽ മലപ്പുറം ഡിപ്പോയുടെ സെയിൽ വന്നു. ചെങ്ങന്നൂർ ഡിപ്പോയും ഏതാണ്ട് 5,80,00,000 മുകളിൽ സെയിൽ ചെയ്തു. ബാക്കി 3 ഡിപ്പോകളിലും ഇത്തരത്തിൽ റെക്കോർഡ് സെയിലാണ്. നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തിന്റെ ഫലമാണ്. ബിനു സാർ പറഞ്ഞില്ലേ, ഇന്നത്തെ പ്രോഗ്രാമിൽ അസോസിയേറ്റ് ബേസിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലാത്തവരും വന്നിട്ടുണ്ടാകും. ഇവിടെ വരുന്നതിന് തടസ്സമൊന്നുമില്ല കേട്ടോ. പക്ഷേ പറയുന്ന കാര്യങ്ങൾ അസോസിയേറ്റ് ബേസ് ആയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ട് മനസ്സിലാകണം, അവർക്ക് അത് മനസ്സിലാവൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആലോചിച്ച് നോക്കുക, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാൾ അല്ലെങ്കിൽ ഒരു ഓണക്കിറ്റ് വാങ്ങിച്ച ആളുടെയും കൂടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് അത്ര വലിയൊരു നേട്ടം ഉണ്ടാകാൻ കാരണം. സോ ഇറ്റ് ഈസ് റിയലി വണ്ടർഫുൾ. എന്താണ് RCM എന്ന് ചോദിച്ചാൽ കൃത്യമായി പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കമ്പനിയുടെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ RCM എന്ന് പറയുന്ന ആളുകൾ കാണും, അല്ലേ? അപ്പോൾ നമുക്ക്
ആർസിഎമ്മിന്റെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ആർസി അങ്ങോട്ട് കൊണ്ടുവന്ന് ഇതെല്ലാം ശരിക്കും ഒന്ന് കണ്ണുപിടിച്ച് നോക്കണം. വി ആർ വെരി വെരി ലക്കി. നമ്മളെല്ലാവരും വളരെ ഭാഗ്യമുള്ളവരാണ്, ദൈവാനുഗ്രഹമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനത്തിൽ വരാനിടയായത്. ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല, കാരണം ആവശ്യത്തിൽ കൂടുതൽ ബിൻസാർ എന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഒരല്പം കൂടെ നേരത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, ചില തിരക്കുകളുണ്ടായിരുന്നുകൊണ്ട് അത് കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ ഏതായാലും ഇനി വന്നിരിക്കുന്ന ആളുകളുടെ സമയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് ശരിക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്നെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലൊക്കെ പിന്നീട് ആരെങ്കിലും ചെയ്തുകൊള്ളും ആവശ്യമെങ്കിൽ. ഏതായാലും അല്പം താമസം കൊണ്ട് ഗുണമുണ്ടായി വിനോദ് സാറേ. 1000 തികയാൻ പോവാണ്. 1000 കാരണം അവസാനത്തെ ആൾക്കും യഥാർത്ഥത്തിൽ ആദ്യം മുതലുള്ള കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ അല്പം നീട്ടിയത്. ഇനി അതിന് വേണ്ടി കാത്തിരിക്കേണ്ട. ഓക്കെ, അപ്പം ഞാനൊരു ചെറിയ PPT തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ കേൾക്കുന്ന അല്ലെ കാണുന്ന ആളുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ചെറിയൊരു PPT തയ്യാറാക്കിയത്. ഓക്കെ, എൻ്റെ സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ പിന്നെ സാറേ? കാണാം. സ്ക്രീനായില്ല ഇപ്പോഴോ? അയ്യാ, വിസിബിൾ. ഓക്കെ ഓക്കെ, റൈറ്റ്. സോ ഇതിൽ ഒരു ക്യാപ്ഷൻ നമ്മൾ കൊടുത്ത് അൺടോൾഡ് ഹിസ്റ്ററി ഓഫ് ആർസിഎം എന്നാണ്. അങ്ങനെ വലിയ അധികം ചരിത്രം പറയാനൊന്നും സമയമില്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. എന്താണ് ആർസിഎം എന്ന് ചോദിച്ചാൽ പല ആൾക്കും കൃത്യമായിട്ട് അത് പറയാൻ തന്നെ അറിയില്ല. ഈ 1903 പേര് ജോയിൻ ചെയ്തു. അതിൽ എത്ര പേര് യഥാർത്ഥത്തിൽ അവർക്ക് വേണം എന്നുള്ള ഉദ്ദേശത്തിൽ ആർസിഎം ജോയിൻ ചെയ്തതാണ്? ആരുടെയൊക്കെ നിർബന്ധത്തിന് വിധേയരായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക നെസസിറ്റി ആവശ്യം കൊണ്ടോ ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തവരും ഉണ്ടാകും. എന്നാൽ കാര്യം മനസ്സിലാക്കി ജോയിൻ ചെയ്തവരുണ്ടാവും. ഇങ്ങോട്ട് വന്ന് ചോദിച്ച് ഇതെന്താന്ന് ചോദിച്ച് ആർസിഎമ്മിൽ വരുന്ന ആളുകളുണ്ട്. വളരെ ചുരുക്കമായിട്ട് നമ്മൾ അങ്ങനെയുള്ള ഭാഗ്യവാന്മാരെയും കാണാറുണ്ട്. സോ ആർസിഎമ്മിന്റെ ലോഗോ അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നു, ട്രാൻസ്ഫോമിംഗ് ലൈവ്സ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. ആർസിഎം 25 വർഷം പിന്നിട്ട് ഈ സെലിബ്രേഷനിലേക്ക് കിടക്കുമ്പോൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ വാല്യൂസ്. എന്താണ് വാല്യൂസ്? ആ വാല്യൂസിന്റെ പവർ എന്താണ് നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ ഈ സംവിധാനത്തിൽ നമ്മൾ വന്നത് ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ഇതിന്റെ പൂർണ്ണ രൂപം റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ് എന്നാണ്. നമ്മൾ പലതരത്തിലുള്ള എലാബറേഷൻസ് പറയാറുണ്ട് അല്ലേ. റൊട്ടി കപ്പട മക്കാൻ എന്ന് പറയും, രക്ഷപ്പെടാൻ ചേർന്ന മാർഗം എന്ന് പറയും, റാം ക്രൈസ്റ്റ് മുഹമ്മദ് എന്നൊക്കെ പറയും. ഈ പറയുന്ന ആളുകൾ എന്താ പറഞ്ഞ തരത്തിൽ കേട്ടവരെന്താ കേട്ടെന്ന്. പക്ഷെ ആക്ച്വലി ഇതിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. എന്താണ് റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്? സേ ഡയറക്ട് മാർക്കറ്റിംഗ് പ്രൊമോട്ടഡ് ബൈ ആർസിഎം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് നമ്മുടെ കമ്പനിയുടെ പേര് ആർസിഎം കൺസ്യൂമർ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. എന്നാൽ ആർസിഎം തുടങ്ങിയപ്പോൾ ഏതായിരുന്നു കമ്പനി? ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ മുമ്പ് ഒരു 2-2.5 വർഷം മുമ്പ് വരെ ആളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഫാഷൻ ഷൂട്ടിങ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നടത്തുന്ന ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് ആർസിഎം എന്നാണ്. 1977 ഫാഷൻ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആർസിഎം തുടങ്ങിയത് 2000 2000 ഓഗസ്റ്റിലാണ് ആർസിഎം തുടങ്ങിയത്. ആർസിഎം തുടങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു പറയാൻ വേണ്ടി നമുക്കൊരു കമ്പാരിസൺ ചാർട്ട് കാണിക്കാന്നുള്ളേ ഉള്ളൂ. അങ്ങനെ തന്നെ ഉണ്ടായിരുന്ന സംശയമാണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആള്, എന്നാൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെയാണ് പറയുക, അങ്ങനെ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്ക് ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മുമ്പിൽ പ്രൊഡക്റ്റ് ആയിരുന്നില്ല ഓപ്പർച്യൂണിറ്റി, ഡയറക്ട് സെല്ലിംഗ്. ഈ പറയുന്ന ഒരു കൺസ്യൂമർ ഗ്രൂപ്പ് ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുകയും അല്ലെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ ആ ടീമിൽ ഉണ്ടാകുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വരുമാനം ഉണ്ടാകിയാൽ ആ വരുമാനം തുടർന്ന് വർദ്ധിക്കുമെന്നും അതെന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമെന്നും അങ്ങനെ അതൊരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഉപാധിയായിട്ട് മാറുമെന്നും അന്നുള്ള ആളുകൾ പറഞ്ഞു. അന്ന് ആലോചിച്ച് നോക്കുക, എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു ജോയിനിങ് ആൾ കൊണ്ടുവരാൻ പറ്റുക. കാരണം ഇന്ന് ഇതിനല്പം 3-4 മാസം മുമ്പ് ഉണ്ടാക്കിയ ഒരു സ്ലൈഡാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റ് 6000-ൽ കൂടുതൽ പ്രൊഡക്റ്റുകളുണ്ട്. സത്യത്തിൽ ഈ കണക്ക് കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്പർ ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ ആർസിഎമ്മിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഗോസ് ബിയോണ്ട് 40,000. കാരണം നെയിൽ പോളിഷ് എത്ര എണ്ണം ഉണ്ട്,
ലിപ്സ്റ്റിക്ക് എത്ര എണ്ണമുണ്ട്, അതുപോലെ ലോഞ്ചറീസ് എടുത്തു കഴിഞ്ഞാൽ അത് എത്ര എണ്ണമുണ്ട്, ടൈപ്പ്, കളറ്, സൈസ്, അങ്ങനെ അങ്ങനെ എണ്ണം പറഞ്ഞാൽ. പക്ഷേ സിംപിളി പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എല്ലാ പ്രൊഡക്റ്റുകളും ആർസിമിലുണ്ട്. ഒരു ഫാക്ടറി, ഫാഷൻ സൂട്ടിൽ ഒരു ഫാക്ടറി തുടങ്ങിയിട്ട് ഇന്ന് എത്ര ഫാക്ടറികളാണ് ആർസിമിൻ്റെ ഓണർഷിപ്പിലുള്ളതും ആർസിമിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള 100-120 പരം കമ്പനികളിലെ ഫാക്ടറികൾ ഉണ്ട്. ഗാമാവർസിൻ്റെ ഒരു ഫാക്ടറി 350 കോടിയാണ് അവർ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറി. ആ പ്രൊഡക്റ്റ് എവിടെയോ കൊടുക്കുന്നു? ഒൺലി ത്രൂ RCM. അതുണ്ടാക്കുന്ന കമ്പനി ഏതാ? എപി ഓർഗാനിക്സ്. എപി ഓർഗാനിക്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ തന്നെ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ഉണ്ടാക്കുന്ന ഏറ്റവും ബിഗസ്റ്റ് പൈനർ കമ്പനി. 30ഓളം വിദേശ രാജ്യങ്ങളിലേക്ക് ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ കയറ്റിവയ്ക്കുന്ന കമ്പനി. ആ കമ്പനി ആർസിമിന് തരുന്നതാണ് ഹെൽത്ത് ഗാർഡ് ബ്രാൻഡിലുള്ള ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പ്രൊഫൈൽ നോക്കുക. ന്യൂട്രിചാർജ് തരുന്ന കമ്പനി ഏതാണ്? ട്രോപ്പിക് വെൽനസ്. അതിൻ്റെ പേരൻ്റ് കമ്പനി ഏതാണ്? ഇപ്ക ലാബ്സ്. അവരുടെ ഒരൊറ്റ പ്രോഡക്റ്റ് ഡോളോ എന്ന് പറയുന്ന ഒറ്റ ഗുളിക 100-800 കോടി ടേൺ ഓവർ ചെയ്യുന്നതാണ്. അതുപോലെ 100 കണക്കിനോ അല്ലെങ്കിൽ 1000 കണക്കിനോ ഗുളികകൾ, മരുന്നുകൾ അവർക്കുണ്ട്. അങ്ങനെ വലിയൊരു കമ്പനി. അവരുടെ സപ്ലിമെന്റ് സെഗ്മെന്റ് ഒൺലി ത്രൂ RCM. മനസ്സിലാക്കണം, അത്ര വലിയ ജൈജാൻറ്റിക് കമ്പനികൾ ആർസിമിനെ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആർസിമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഡിപ്പോ, ഒരു ഡിപ്പോയിൽ തുടങ്ങി ഇന്ന് ഏതാണ്ട് 200ഓളം ഡിപ്പോകളായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആയിട്ട് ആർസിമിൻ്റെ ഡിപ്പോകൾ. അതുപോലെ വണ്ടർവേൾ ക്യൂക്ക്, ആദ്യം ആർസിം തുടങ്ങിയ സമയത്ത് എൻ്റെ ഔട്ട്ലെറ്റിന് റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെൻ്റർ എന്നായിരുന്നു ഇത്ര പറഞ്ഞത്. ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആർസിമിലേക്ക് 2005 ജോയിൻ ചെയ്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് 2006-ലാണ്. പിന്നീടാണ് പഴയ ഹിസ്റ്ററികളൊക്കെ അറിവുള്ള ആളുകൾ പറഞ്ഞു കേട്ടൊക്കെ മനസ്സിലാക്കിയത്. ഇന്ന് അതിനുശേഷം നമ്മൾ PUC എന്നുള്ള പേരിലായിരുന്നു, പിക്കപ്പ് സെൻറ്റർ എന്ന പേരിലായിരുന്നു ഔട്ട്ലെറ്റുകൾ അറിഞ്ഞത്. ഇന്നും കുറേ ഔട്ട്ലെറ്റുകൾ അങ്ങനെ PUC എന്നുള്ള പേരിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം വണ്ടർവേൾഡ് ക്യൂക്ക് കുറച്ചുകൂടെ നല്ല ഔട്ട്ലെറ്റ്, കൂടുതൽ കപ്പാസിറ്റിയുള്ള ഇൻവെൻട്രി, അതായത് പ്രൊഡക്റ്റ് കൂടുതലുള്ള, വിസ്തൃതിയുള്ള, ഭംഗിയുള്ള, ഒരു യൂണിഫോമിറ്റിയുള്ള ഒരു ഔട്ട്ലെറ്റ് ശൃംഖല, അതാണ് വണ്ടർവേൾഡ് ക്യൂക്ക്. പിന്നെ വണ്ടർവേൾഡായി, വണ്ടർവേൾഡ് പ്രൈമായി. അപ്പോൾ അങ്ങനെ RCM വളരുകയാണ്. ഓക്കെ. ഡിസ്പ്ലേ വാൾ ഒരു പുതിയ ആശയം. ഏതൊരു കസ്റ്റമറും ഉൽപ്പന്നം വാങ്ങിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഉൽപ്പന്നം ബെസ്റ്റ് ആയിരിക്കണം, റേറ്റ് ഏറ്റവും ന്യായമായിരിക്കണം, അല്ല കുറഞ്ഞ വിലയ്ക്ക് കിട്ടണം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഏറ്റവും അടുത്ത് കിട്ടണം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് ഇന്ന് ലോകത്ത് ആർസിമിൻ്റെ ഡിസ്പ്ലേ വാൾ മാത്രമേ ഉള്ളൂ. മൈക്രോ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് മാത്രമല്ല, വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളുടെയും സഹകരണത്തോടു കൂടി വീട്ടിലേക്ക് ഒരു എക്സ്ട്രാ ഇൻകം കൊണ്ടുവരാനുള്ളൊരു പരിപാടി. ഇതിൽ പരം അനുയോജ്യമായ മറ്റൊരു കൺസെപ്റ്റ് വേറെ എന്താ ഉള്ളത്? സത്യത്തിൽ ഇത് ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ വിജയിച്ചില്ലെന്ന് ഞാൻ പറയുള്ളൂ. പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന അത്ര നമ്മൾ ചെയ്തിട്ടില്ല. ഈ കൺസെപ്റ്റ്, അതായത് ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന ആശയം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വീട്ടിൽ ഒരു 10-20,000 രൂപയുടെ സാധനം വാങ്ങിച്ചു വെച്ച് അയൽവക്കത്തുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊടുത്താൽ വാങ്ങുന്നവർക്ക് ചിലവ് കുറയും, അവരുടെ ആരോഗ്യം മെച്ചപ്പെടും, കൊടുക്കുന്നവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാകും. ആ ഇൻകം ഉണ്ടാക്കാൻ വീട്ടിലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു എക്സ്ട്രാ ഇൻകം വേണമെങ്കിൽ ഒരു സ്കിൽഡ് പേഴ്സണ് മാത്രമേ അങ്ങനെ എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലേ? നമുക്കറിയാം, ബ്യൂട്ടി പാർലർ, അതല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നു, ഫാഷൻ ഡിസൈനിങ്, ഇനി അഥവാ അല്ല പച്ചക്കറിയൊക്കെ നടുന്നൊക്കെ ആണെങ്കിൽ ശരി, അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അതുപോലെ ടൈലറിങ്, പിന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഡിസ്പ്ലേ വാൾ എന്ന് പറയുന്ന ആശയം വളരെ കോമ്പാക്റ്റ് കൂടിയാണ്, വളരെ എഫക്റ്റീവാണ്. പക്ഷെ നമ്മളത് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ശരിക്കും വിജയിച്ചിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. അതല്ലെങ്കിൽ ജോയിൻ ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും ഡിസ്പ്ലേ വാൾ എടുത്തുകൊണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്തും. പല ആളുകളും ഡിസ്പ്ലേ വാൾ എടുക്കുന്നത് എന്തിനാന്ന് എനിക്കറിയില്ല. ഡിസ്പ്ലേ വാൾ എടുത്തു, അവർക്ക് ആവശ്യമുള്ള സാധനം അതിലേക്ക് അടിച്ചു, അത് തിരിച്ച് അവരുടെ ഐഡിയിൽ അടിച്ചു, കേറി. പിന്നെ വാങ്ങിക്കുമ്പോൾ ഒരു ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മിച്ചമുള്ള സാധനം അതിൽ സ്റ്റോക്ക് ചെയ്ത് 2, 3, 4, 5, 6, 7 ലക്ഷം സ്റ്റോക്ക് ചെയ്തിരിക്കാൻ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണം? അത് ആ PV കൺസിസ്റ്റൻസിയിൽ ബില്ല് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് എടുത്ത്
അഡീഷണൽ ഗിഫ്റ്റ് പ്രൊഡക്റ്റും പൈസയൊക്കെ വാങ്ങിച്ച് വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്ത് എത്രയോ വളരും. പക്ഷേ എന്തോ അറിയില്ല, അവരുടെ മനസ്സിലൊരു ഒരു മിഥ്യാധാരണയാണ്. ഇതിങ്ങനെ കൂട്ടി വെച്ച് ഞാൻ ഉയർന്ന ലെവലിൽ എത്തുമ്പോൾ എനിക്ക് അടിച്ചാൽ എനിക്ക് കൂടുതൽ കിട്ടുമല്ലോ. എത്ര കാലം കഴിഞ്ഞാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്താൽ എത്ര ശതമാനം കൂടുതൽ കിട്ടും? ടീം കമ്മീഷനിൽ 2% മാത്രമേ കൂടുതൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് 5000 PV ലെവലുള്ള ഒരാൾ 1,00,000 PV അയാൾ ബില്ലടിക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അദ്ദേഹം 22% കിട്ടുന്ന 3,50,000 വോളിയം വരുമ്പോൾ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. 5, 8, 10 മാസം കഴിഞ്ഞ് അത് അടിക്കുമ്പോൾ അത്രയും കാലം കൊണ്ട് എത്ര രൂപ ലാഭം ഉണ്ടാകും? അതിന് പകരം ആ 5000 PV ഉള്ള സമയത്ത് തന്നെ അദ്ദേഹം ഇത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എത്ര കൂടുതൽ വരുമാനം കിട്ടും? കണക്ക് കൂട്ടുന്ന കാര്യത്തിൽ ആളുകൾ മിടുക്കരല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാൻ പറയുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 1.5 ലക്ഷം ഡിസ്പ്ലേ വാളുകൾ ലൈവായിട്ടുണ്ട്. 13,500 ഡിസ്പ്ലേ വാൾ എൻ്റെ ടീമിലുണ്ട്. അതിൽ ഒരു വലിയ ശതമാനം ആളുകളും അതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് റിപ്പോർട്ട് നോക്കി അറിയാം. സെയിൽ ചെയ്യുന്നു, അല്ല പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, സെയിൽ ചെയ്യുന്നു. പക്ഷേ പല ആളുകൾക്കും ആ ഡിസ്പ്ലേ വാൾ നിലനിർത്തുന്നതിൻ്റെ മാനദണ്ഡം പോലും അറിയില്ലെന്നുള്ളതാണ്. 5000 രൂപയുടെ എങ്കിലും സെയിൽ ഉണ്ടെങ്കിലേ ഡിസ്പ്ലേ വാൾ നിലനിൽക്കൂ. പർച്ചേസ് അല്ല പ്രശ്നം. ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 10,000 രൂപയുടെ പർച്ചേസ് ഒറ്റ മാസം ചെയ്യണം. അങ്ങനെ ഡിസ്പ്ലേ വാൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് എല്ലാ മാസവും 5000 രൂപയുടെ എങ്കിലും സെയിൽ ചെയ്യണം, എങ്കിലും ഡിസ്പ്ലേ വാൾ നിലനിൽക്കൂ. ഏതെങ്കിലും കാരണവശാൽ ഡിസ്പ്ലേ വാൾ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അത് ഒറ്റ പ്രാവശ്യം ആക്ടിവേറ്റ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ ചെയ്യണമെങ്കിൽ 10,000 രൂപയുടെ സിംഗിൾ ബിൽ പർച്ചേസ് ചെയ്യണം. അപ്പോൾ എന്തിനാണ് ഈ ഡിസ്പ്ലേ വാൾ? അതൊക്കെ നമ്മൾ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് മനസ്സിലാക്കണം. ഓക്കെ, അസോസിയേറ്റ് ബയർ ഒരാളിൽ തുടങ്ങി ഇന്ന് ഏതാണ്ട് 4 കോടിയിൽ പരം ആളുകൾ ആർസിഎമ്മിന്റെ അസോസിയേറ്റ് ബയർ ആയി കഴിഞ്ഞു. ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ ഓരോ വർഷവും 2 കോടി കുട്ടികൾ ജനിക്കുന്ന കണക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 18 വയസ്സായ 2 കോടി ആളുകൾ ആർസിഎമ്മിൽ ജോയിൻ ചെയ്യാൻ എല്ലാ വർഷവും റെഡി ആയിക്കൊണ്ടിരിക്കുക. ആൾക്കാർക്കൊന്നും ഒരു പഞ്ഞും. അപ്പോൾ ഒരു 10 വർഷം കൂടെ കഴിയുമ്പോൾ, അല്ല ഒരു 5 വർഷം കൂടെ കഴിയുമ്പോൾ ആർസിഎം എവിടെ എത്തും? 10 വർഷത്തെ കണക്ക് കൂടണം, 5 വർഷത്തെ മതി. കാരണം എന്താണെന്നറിയോ? നമ്മുടെ സൗരവ് ചബ്ര സാർ പറഞ്ഞത്, നമ്മുടെ രാജകിലെ പ്രോഗ്രാമിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, 25 വർഷം കൊണ്ട് ആർസിഎം എന്താണോ ചെയ്തത് അത് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ നേടണം. അത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ്റെ യങ്സ്റ്റേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇത് ഏറ്റെടുത്തു എന്ന് പറയുന്നതിൽ എന്താണ് കാര്യമെന്ന് അദ്ദേഹം ചോദിച്ചത്. ശരിയല്ലേ? അപ്പോൾ ഇന്നത്തെ പുതുതലമുറയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആർസിഎം 25 വർഷം കൊണ്ട് നേടിയ നേട്ടം, അതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് നമുക്ക് 5 വർഷം കൊണ്ട് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്. ആ കമ്മിറ്റ്മെൻറ്റ് ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ കൂടെ അസോസിയേറ്റ് ഇരിക്കുന്ന ഓരോരുത്തർക്കും മാക്സിമം നേട്ടം എത്തിച്ചു കൊടുക്കാനുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ശരിയല്ലേ? അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. യെസ്, നല്ല കാര്യമാണ്. ഒരല്പം കൂടുതൽ സ്പീഡ് കൂട്ടിക്കൊണ്ട് നമുക്ക് 25 വർഷം കൊണ്ട് ആർസിഎം നേടിയത് അടുത്ത 5 വർഷം കൊണ്ട് നേടണം, അതിന് ഞാനും കൂടെ ഉണ്ട് എന്ന് സഹകരിക്കാൻ തയ്യാറുള്ളവരൊന്ന് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു എസ് അടിക്കുക. ഇത് എല്ലാവർക്കും പരിചയമുള്ള കാര്യമായിരിക്കില്ല. ഓക്കെ, സൂമൊക്കെ കൈകാര്യം ചെയ്ത് വരുന്ന ആളുകൾക്ക് അറിയാം. യെസ്, തംസപ്പോ ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ എസ് അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ ആദ്യമായിട്ടൊക്കെ വരുന്നവരുണ്ടാകും, ഇത് എങ്ങനെയാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചാറ്റ് ബോക്സിൽ എഴുതുക, എങ്ങനെയാണ് തംസപ്പ് കൊടുക്കുക എന്നൊക്കെ നോക്കുന്ന ആൾ കാണും. ഏതായാലും പിന്നെ സാർ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പീപ്പിൾ ആർ വെരി മച്ച് എക്സൈറ്റഡ്. ഓക്കെ, ആ സ്ക്രീൻ മുഴുവൻ നിറഞ്ഞ് ഹാൻഡ് റൈസ് കൊണ്ട് കൈ ഉയർത്തിയ കൈകൾ ഇഷ്ടം പോലെയാണ്, ഇഷ്ടം പോലെ. വീഡിയോയിലൊക്കെ നമുക്ക് എല്ലാവരും കാണാം. ധാരാളം ആളുകൾ എസ് എഴുതി. എത്ര എസ് എഴുതി എനിക്ക് എണ്ണാൻ പറ്റുന്നില്ല. ഗ്രേറ്റ്, ലോട്ട് ഓഫ് പീപ്പിൾ. യെസ്, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് പിന്നെ എന്താ പറയുക, 25 വർഷം കൊണ്ട് നേടിയ കാര്യം 5 വർഷം കൊണ്ട് നേടണം, നമുക്ക് നേടാൻ കഴിയുമെന്ന് സൗരവ് ചബ്ര സാറിനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ഉത്സാഹമാണ്. അതാണ് പറഞ്ഞത്, ആർസിഎം വലിയൊരു കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെ വിജയമാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. എന്താണ്? പണ്ടൊരു രാജസദസ്സിൽ ഒരു കവി രാജാവിനെ കുറിച്ച് ഒരു കവിത എഴുതിക്കൊണ്ടുവന്നു അത്രേ.
എന്നിട്ട് ആ കവിത ചൊല്ലി രാജാവിനെ പ്രകീർത്തിച്ച് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ കവിത കേട്ട് കഴിഞ്ഞപ്പോൾ രാജസദസ്സിൽ എല്ലാവരും പറഞ്ഞു, ഇതുപോലൊരു കവിത രാജാവിനെ കുറിച്ച് ആരും എഴുതി ഞങ്ങൾ കേട്ടില്ല, ഇത് വളരെ ഭംഗിയായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, ഈ കവി ഒരു മഹാൻ തന്നെ. അപ്പം മഹാരാജാവ് പറഞ്ഞു, ആയിക്കോട്ടെ. മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിന് എന്താ പറയുക, ഒരു വലിയ സ്വർണ്ണക്കിഴി സമ്മാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു, സ്വർണ്ണ നാണയ കിഴി സമ്മാനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കവി അദ്ദേഹം പറഞ്ഞു, അല്ലയോ തിരുമനസ്സേ, എനിക്ക് അങ്ങനെ പണത്തിലൊന്നും ആഗ്രഹമില്ല, ഞാനൊരു സാധു ബ്രാഹ്മണനാണ്, എനിക്ക് അങ്ങ് കുറച്ച് ധാന്യങ്ങൾ നെല്ല് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഓ, അപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്, പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് ബുദ്ധി ശരിയായോ? കാരണം ഒരു കിഴി നിറച്ച സ്വർണ്ണ നാണയം കിട്ടിയാൽ അദ്ദേഹത്തിന്റെ ആയുഷ്കാലം മുഴുവൻ നെല്ല് വാങ്ങിക്കാം. ഇപ്പൊ അദ്ദേഹത്തിന് ഇവിടുന്ന് നെല്ല് കൊടുത്താൽ എത്ര നെല്ല് കൊണ്ടുപോകാൻ പറ്റും? അദ്ദേഹത്തിന്റെ ആ തീരുമാനം ശരിയായോ? അപ്പൊ രാജാവ് പറഞ്ഞു, കുഴപ്പമില്ല, അദ്ദേഹത്തിന് ആവശ്യമുള്ളത്ര നെല്ലും ഈ പണക്കിഴിയും കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ദയവ് ചെയ്ത് എനിക്ക് അങ്ങേക്കൊന്നും തോന്നരുത്, സമ്മാനം നിരസിക്കുന്നതല്ല, ഉപഹാരം നിരസിക്കുന്നതല്ല, എനിക്ക് സ്വർണ്ണ നാണയം ആവശ്യമില്ല, എനിക്ക് ധാന്യം തന്നാൽ മതി. അപ്പൊ എത്രയാ വേണ്ടേ ചോദിച്ചെടുത്തോളാൻ പറഞ്ഞു. അങ്ങ് ചതുരംഗം കളിക്കുന്ന പലകയിൽ അളന്ന് തന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ സദസ്സിലിരുന്നവരെല്ലാവരും കൂടെ അദ്ദേഹത്തെ കളിയാക്കി ചിരിച്ചു. കവിതയൊക്കെ എഴുതിയെങ്കിലും പക്ഷേ ബുദ്ധിയില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താ കാര്യം? നെല്ലളക്കാൻ വല്ലോ പറയോ, ആഴിയോ അടങ്ങഴിയൊക്കെ അല്ലേ, ഇതിങ്ങനെ ചതുരംഗ പലകയിൽ എങ്ങനെയാണ് നെല്ലളക്കുക? ഇപ്പൊ രാജാവ് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അളന്നെടുത്തോളാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഒന്നാമത്തെ കോളത്തിൽ 1 മണി നെല്ല്, രണ്ടാമത്തേതിൽ 2 മണി, മൂന്നാമത്തേതിൽ അതിൻ്റെ ഇരട്ടി, അങ്ങനെ ഓരോ കോളത്തിലും മുൻപ് വെച്ച കോളത്തിന്റെ ഇരട്ടി വീതം അളന്ന് തന്നാൽ മതി. ആ കഥ പറയുന്നത് ഇങ്ങനെയാണ്. പകുതി ആയപ്പോഴേക്കും കൊട്ടാരത്തിലെ ധാന്യപ്പുര കാലിയായി. അടുത്ത കോളത്തിൽ ആ വെച്ചതിന്റെ ഇരട്ടി വെക്കണം, എവിടുന്ന് കൊണ്ടുവരും? അങ്ങനെ രാജ്യത്തെ മുഴുവൻ നെല്ലും കണക്ക് കൂട്ടിയിട്ടും അദ്ദേഹത്തിന് കൊടുക്കാൻ തികഞ്ഞില്ല. രാജാവ് അടിയറ വെച്ചു എന്നാണ് ആ കഥ പറയുന്നത്. ഈ കഥയൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെ കേൾക്കാനുണ്ടോ, വീഡിയോ ആയിട്ടും ഒക്കെ നമ്മുടെ ഓൺലൈൻ വീഡിയോയിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും, നിങ്ങൾ കേട്ടു നോക്കുക. പവർ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. 25 വർഷം കൊണ്ട് ആർസ്യം ചെയ്ത കാര്യം 5 വർഷം കൊണ്ട് നടക്കുമോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ 5 വർഷം വേണ്ടി വരില്ല. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഒറ്റ കാര്യമുള്ളൂ, വി ഷുഡ് ബി ലൈവ് ആൻഡ് ആക്റ്റീവ്. നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ആക്റ്റീവായിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതല്ല, അതിലപ്പുറവും സംഭവിക്കും. അപ്പോ നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തുക ഇതാ ഇവിടെയാണ്. ഓക്കെ, ഒരു ചെറിയ കമ്പാരിസൺ. ഞാൻ ആർസിമിലേക്ക് വന്നത് 2006-ലാണ്. 2005-ൽ ജോയിൻ ചെയ്തെങ്കിൽ 2006-ലാണ് ഞാൻ സജീവമാകുന്നത്. 2007-ൽ ഒരു ചായപ്പൊടിയുടെ കണക്കായി പറഞ്ഞിരിക്കുന്നത്, ഇത് കഴിഞ്ഞ ദിവസം ഡോക്ടർ രാജൻ സാർ അവതരിപ്പിച്ച ഒരു PPTയുടെ ഒരു എക്സ്ട്രാക്റ്റാണ്. 500 ഗ്രാം ചായപ്പൊടിക്ക് 65 രൂപ. അന്ന് PUC-കാർക്ക് ബെനിഫിറ്റ് കിട്ടിയിരുന്നത് വെറും 4 രൂപ 55 പൈസ. ഇന്ന് അതേ ചായപ്പൊടിക്ക് PUC-കാർ വെക്കുമ്പോൾ അവർക്ക് മിനിമം ബെനിഫിറ്റ് 19 രൂപ 52 പൈസ കിട്ടും. എത്ര മടങ്ങ് വർദ്ധിച്ചു നോക്കാം. ചായ, 1/2 കിലോ ചായ കൊണ്ട് ഒരു വീട്ടിൽ അല്ലെ ഒരു 1/2 കിലോ ചായയിൽ നിന്ന് ചായപ്പൊടിയിൽ നിന്ന് എത്ര ചായ എടുക്കാൻ കഴിയുമോ അത്രയും ചായയല്ലേ ഇന്നും എടുക്കാൻ പറ്റൂ. 2006-ലെടുത്ത് അത്രയും തന്നെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഒരു ചായ പോലും കൂടുതൽ എടുക്കാൻ പറ്റില്ല. പക്ഷേ PUC-യുടെ ബെനിഫിറ്റ് വളരെയധികം കൂടിയിരിക്കുന്നു. എങ്ങനെയാ അത് കൂടിയത്? എന്ത് പറ്റി? ഓക്കെ, ഇത് ഞാൻ പറയുമ്പോൾ ചില ആൾക്ക് തോന്നുന്നു ഇതൊക്കെ ശരിയാണോ. അതുകൊണ്ടാണ് ഈ പഴയ ഒരു പുസ്തകം കാണിക്കാന്ന് വെച്ച്. ഇത് മുമ്പ് കണ്ടിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. 2006-ലെ ആർസിമിന്റെ പ്രൊഡക്റ്റ് കാറ്റലോഗാണ്. ഇത് കണ്ട ആളുകൾ നമ്മുടെ സീനിയർ ലീഡേഴ്സ് കുറേ പേരൊക്കെ കാണും. അന്ന് തന്നിരുന്ന ആ പ്രൊഡക്റ്റ് കാറ്റലോഗിൽ നിന്ന്
ഇവിടെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. 65 രൂപ അര കിലോ ചായപ്പൊടിക്ക് അന്ന് PV 40 ഉള്ളൂ. ഈ ചായ വാങ്ങിച്ചു കുടിച്ച ആളിവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. മനസ്സിലായില്ലേ? അന്നും അര കിലോ ചായപ്പൊടി കൊണ്ട് എത്ര ചായ ഉണ്ടാക്കോ അത്രയും ചായ ഇന്നും ഉണ്ടാക്കാൻ പറ്റും. ചായപ്പൊടിയുടെ മാത്രമല്ല, ഇതിൽ കാണുന്ന മറ്റു പല പ്രൊഡക്റ്റിന്റെ വില നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. RCM വളരുകയാണ്. RCMന്റെ വില കൂടുന്നതിനോടൊപ്പം PV കൂടിക്കൂടി വരികയാണ്. ജെസി മാഡം, ഇപ്പൊ ചായപ്പൊടിയുടെ PV എത്രയാ? 3 ഇരട്ടിയാണ്. 3 ഇരട്ടി, 3 ടൈംസ്. എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വീട്ടിൽ ചായപ്പൊടി കൊടുത്താൽ എത്ര PV കിട്ടുമോ അതിന്റെ 3 ഇരട്ടി PV ഇപ്പൊ ഒരു ചായപ്പൊടി കൊടുത്താൽ കിട്ടും. അന്നും റോയൽറ്റി ആവാൻ 3 ലക്ഷം പവറിലും 1,15,000 സെക്കൻഡ് സൈഡ് വേണ്ടു. എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്തതിന്റെ 3-ലൊന്ന് പണി ചെയ്താൽ അന്ന് കിട്ടിയതിന്റെ ഇരട്ടി കൂടുതൽ ഇപ്പൊ കിട്ടും. ഇപ്പോൾ RCM വന്നിട്ടുള്ള ആളുകളോട് ഈ കഥ പറഞ്ഞില്ലെങ്കിൽ അവർക്കിതിന്റെ ആ കിട്ടിയതിന്റെ ഒരു വാല്യൂ മനസ്സിലാവില്ല. പറഞ്ഞില്ലേ, വിശന്നാലേ ഭക്ഷണത്തിന്റെ രുചി അറിയൂ. എന്നും വിശക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കുറ്റം മാത്രമേ പറയാനുണ്ടാവുള്ളൂ. പക്ഷെ നന്നായി വിശന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ശരിക്കും ആ ഭക്ഷണത്തിന്റെ രുചി അറിയുക. ശരിയല്ലേ? സെയിൽസ് ബെനിഫിറ്റ് ഇൻക്രീസ്ഡ് വിത്തൗട്ട് ഇൻക്രീസിന്റെ കസ്റ്റമർ ബേസ്. ആലോചിച്ച് നോക്കി, എത്ര പേരുണ്ടായിരുന്നു അത്ര ആളുകൾ തന്നെ ഉള്ളൂ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നവർ. പക്ഷേ PV 3 ഇരട്ടിയായിട്ട് വർദ്ധിച്ചു. വേണമെങ്കിൽ വില മാത്രം കൂട്ടി PV കൂട്ടാതിരിക്കാമായിരുന്നു കമ്പനിക്ക്. എന്തുകൊണ്ടാണ്? മാലിക്കവും ആ ചരിത്രം, ആ ഒരു സത്യം ഇന്ന് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അറിയാവുന്ന ആളോട് പറയണ്ടേ? മാലിക്കും എന്ന് പറഞ്ഞാൽ RCM എൻ്റേതാണ്, ഞാനാണ് RCMന്റെ ഉടമ എന്നുള്ളൊരു മനോഭാവം അവർക്കുണ്ടാകണം. അല്ലാതെ നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ ചായപ്പൊടി, നിങ്ങളുടെ ആട്ട, നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്ന ഒരു മനോഭാവത്തിൽ ആയിരിക്കരുത് നമ്മുടെ കൂടെ വരുന്ന ആളുകൾ. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണം. യെസ്, എൻ്റെ ഭാഗ്യം കൊണ്ടാണ്, എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണ്, എൻ്റെ അടുത്ത തലമുറയുടെ ഭാഗ്യം കൊണ്ടാണ് ഞാനിതിലേക്ക് വന്നത്. ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങിയിട്ട് എത്ര പ്രൊഡക്റ്റിലേക്ക് വന്നു. നിത്യോപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഗുഡ് മോർണിംഗ് ടു ഗുഡ് നൈറ്റ് എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. ടച്ച് ചെയ്യാത്ത ഒരു സെഗ്മെന്റാണ് ഉള്ളത്. പെയിന്റ് RCMൽ വരുന്ന ആരെങ്കിലും സ്വപ്നം കണ്ടോ? ഹരിത സഞ്ജീവിനി, ഗുഡ് ഡോട്ട്, ഗാമ വെർസനോൾ, കീസോൾ തുടങ്ങി എക്സ്ക്ലൂസീവ് മോണോപ്പൊളിയാണ്. ഇത് വേറെ ആർക്കും ഇല്ല. RCM ഒരു പ്രൊഡക്റ്റിൽ തുടങ്ങുമ്പോൾ 1.5-2 വർഷത്തിന് ശേഷം 2021 ഒക്ടോബറിലാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു ടൂത്ത് പേസ്റ്റും ഒരു അലക്കാനും കുളിക്കാനും ഒരു സോപ്പും FMCG ഐറ്റംസ് ആയിട്ട് RCMൽ വന്നത്. TCG തന്നെ പറഞ്ഞ ഒരു അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു അലക്ക് സോപ്പ് നമുക്ക് തരാനായിട്ട് അതുണ്ടാക്കുന്ന ഒരു കമ്പനിയെ ചോദിച്ചപ്പോൾ അവർക്ക് വലിയ തണ്ട്, നിങ്ങൾക്ക് തരാൻ പറ്റില്ല. ഇനി മാനുഫാക്ചറിന് സ്ഥലം കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാണിക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം തരാം, നമ്മൾ പറയുന്ന വിലയ്ക്ക് വാങ്ങിക്കുക. അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ് തന്നു. ആ കമ്പനി ഇന്നും മുമ്പോട്ട് പോകാൻ പ്രയാസപ്പെടുന്നു, അല്ലെങ്കിൽ ആ കമ്പനി ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇന്ന് FMCGയുടെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോപ്പ് നൂഡിൽസ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരേ ഒരു കമ്പനി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് RCM മാത്രമാണ്. നമ്മൾ FMCG ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും കോമ്പറ്റിറ്റീവ് പ്രൈസിൽ നമുക്ക് ഇത്രയും ഗുണനിലവാരമുള്ള FMCG ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പറ്റുന്നത്. സോപ്പും വാഷിംഗ് പൗഡറൊക്കെ ദ ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റി. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളോട് എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുക? 2000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് RCM മെമ്പർഷിപ്പ് എടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായതുകൊണ്ട് ഹെൽത്ത് കാർഡ് വാങ്ങിച്ചാൽ നിങ്ങളുടെ ചെലവ് കുറയും. അങ്ങനെ ആയിരിക്കരുത്. ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിൻ്റെ ഒരു സാധ്യത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. ഒറ്റയടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഗ്രാജുവലി അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. കാരണം ആളുകൾ RCM വിട്ടുപോകുന്നതിന് കാരണം, ടെർമിനേറ്റ് ആയി പോകുന്നതിന് കാരണം അവരന്വേഷിക്കുന്നത് RCM ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അവർക്ക് മനസ്സിലാകാത്തത് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരെ കൊണ്ടുവന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ പറയാൻ അറിയാവുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്ത് അവരെത്തിക്കണം. PUCയുടെ ബെനിഫിറ്റിനെ കുറിച്ച് ആണ് കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ രാജൻ സാറ് സംസാരിച്ചത്. ആ സ്ലൈഡിൽ നിന്നുള്ളതാണിത്. സത്യത്തിൽ ഈ നൂറ്റാണ്ടിലെ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അതാണ് RCMന്റെ ഒരു ഔട്ട്ലെറ്റ്. ആലോചിച്ച് നോക്കുക, ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് എത്രയാണ് കിട്ടുന്നത്? ഇത്ര ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. ഇതിന് മുകളിൽ എത്രയുണ്ട്?
ഓരോ 6 മാസം കൂടുമ്പോഴും 6 മാസത്തെ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ട് 1% 1.5% ഇൻസെൻറ്റീവ് കിട്ടും. പണ്ട് എങ്ങനെയായിരുന്നു? ജോയിനിങ് കിറ്റിന് 5%, റീപർച്ചേസ് പ്രൊഡക്റ്റിന് 6%. അതെന്താ അങ്ങനെ വെച്ചത്? അന്ന് ആളുകൾ ജോയിൻ ചെയ്യണമെങ്കിൽ കിറ്റ് വാങ്ങിക്കണം. അങ്ങനെ കമ്പൽസറി പർച്ചേസ് ആകുമ്പോൾ അതിന് കമ്മീഷൻ കുറച്ച് കൊടുക്കുന്നുള്ളൂ. എന്നാൽ റീപർച്ചേസ് കൂടണം എങ്കിലേ ആളുകളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുള്ളൂ. അതുകൊണ്ട് 1% കൂടുതൽ വെച്ചു. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ PUCക്കാരും ഇതിനു വേണ്ടി കൂടുതൽ ശ്രമിക്കും. അതിനുശേഷം രണ്ടിനും 7% ആക്കി. പിന്നെ അട്ടയ്ക്കും ഓയിലിനും മാത്രം 7, FMCGക്ക് 8. ഇപ്പോൾ ടൂൾസ് എല്ലാത്തിനും 10% ഉണ്ട്. നോൺ FMCG എല്ലാത്തിനും 10% ഉണ്ട്. സത്യത്തിൽ അങ്ങനെ ആരും പറയുന്നില്ല. FMCG 8%, നോൺ FMCG ഇൻക്ലൂഡിങ് കീസോൾ ആൻഡ് വ്യോമിനി എല്ലാത്തിനും 10%. അതിൻ്റെ കൂടെയാണ് അഡീഷണൽ ആയിട്ട് 1.5% ഇൻസെൻറ്റീവ് വരെ കിട്ടുന്നത്. അപ്പോൾ 11.5%. തീർന്നില്ല. ഓരോ ക്വാർട്ടറിലും, ഈ വൈകുന്നേരം ക്വാർട്ടർ എന്നൊക്കെ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നമ്മൾ പറയുന്നത് 3 മാസം, ഏപ്രിൽ, മെയ്, ജൂൺ ഒരു ക്വാർട്ടറാണ്. അങ്ങനെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അത്തരത്തിൽ ഓരോ ക്വാർട്ടറിലെയും PUCക്കാരുടെ പർച്ചേസ് കണക്കാക്കുമ്പോൾ നോൺ FMCGയുടെ പർച്ചേസിൽ 10% പ്രോഗ്രസ് വന്നാൽ 1% വീണ്ടും എക്സ്ട്രാ വരും. 20% എക്സ്ട്രാ വന്നാൽ വീണ്ടും 1% എക്സ്ട്രാ വരും. അപ്പോൾ എത്രയായി? 9.4 13.5% വരെ പ്രോഫിറ്റ് ഓൺ സെയിൽ ടു അസോസിയേറ്റ് ബയേഴ്സ്. ഡീപ്പ് റേറ്റിൽ കൊടുക്കുന്നതിൽ നിന്ന് PUCക്കാർക്ക് കമ്മീഷനായിട്ട് കിട്ടും. ആ PUC ഉപയോഗിച്ചുകൊണ്ട് ആ പരിസരത്തുള്ള ഒരു 1,500 വീട്ടിലെങ്കിലും ആർസിഎമ്മിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യം 1-2 വർഷം കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ആ ഷോപ്പ് നടത്തുന്നയാൾ അറ്റ്ലീസ്റ്റ് ഒരു പേൾ, സ്റ്റാർ പേൾ അച്ചീവറെങ്കിലും ആകും. ആലോചിച്ച് നോക്കി, ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി എവിടെയാണ് ഉള്ളത്? അതിനുശേഷം അദ്ദേഹം ആ ഷോപ്പ് ക്ലോസ് ചെയ്താലും ഒരു സ്റ്റാർ പേൾ എന്ന നിലയ്ക്ക് ഒരു 10,70,000 80,000 രൂപ മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു ടീം അവിടെ സെറ്റാവും. അങ്ങനെ ആർസിഎമ്മിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. കേരളത്തിൽ എത്ര പേര് അങ്ങനെ നല്ല രീതിയിൽ ഔട്ട്ലെറ്റ് നടത്തി വലിയ രീതിയിൽ പിൻ ലെവൽ അച്ചീവ് ചെയ്ത് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇന്ന് ആളുകൾ ഇതിനുള്ള അവസരം അന്വേഷിച്ച് വരികയാണ്. ആർസിഎം ആണ് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഈ അടുത്ത കുറേ ദിവസങ്ങളിൽ ഞാൻ കണ്ട ധാരാളം ആളുകൾ അത്തരത്തിൽ ആർസിഎമ്മിൻ്റെ സാധ്യത മനസ്സിലാക്കി എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. സോ ഞാൻ പറഞ്ഞ പോലെ 5 വർഷം കൊണ്ട് 25 വർഷത്തെ നേട്ടത്തെ ആർസിഎം മറികടക്കുമെന്ന് പറഞ്ഞാൽ അത് വെറും വാക്ക് പറയുന്നതല്ല, ദാറ്റ്സ് എ ഫാക്ട്. ആർക്കെങ്കിലും അതിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളൂ. വി ആർ ഇൻ ദ റൈറ്റ് പാത്ത്. എന്തൊക്കെയാണ് ആർസിഎം തരുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തു എന്ന് പറയുന്ന ആളുകൾ, കഴിഞ്ഞ ഒരു 2-3-4 മാസത്തിനുള്ളിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ടൊന്ന് ഓടിച്ച് പറയുന്നത്. ഇതെല്ലാം മുഴുവനായിട്ട് വിശദീകരിക്കാനൊന്നും പറ്റില്ല. ആർസിഎം കൊണ്ട് ഏതാണ്ട് 120-ൽ പരം നേട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്താണ് ആർസിഎം ഓഫർ ചെയ്യുന്നത്? സാമ്പത്തികമായ നേട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം, മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുമായിട്ടുള്ള വില കമ്പയർ ചെയ്യുമ്പോൾ ഒരു തുല്യ ഉപയോഗം സാധ്യമാകുന്ന പ്രൊഡക്റ്റിന് ഒരു 20 മുതൽ 40-50% വരെ വിലക്കുറവുണ്ട്. FMCG കോസ്മെറ്റിക് കാറ്റഗറിയാണ് പറയ വേണ്ട, 100% കൂടുതൽ ലാഭമാണ്. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ്, ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടു, ഒരു പൗഡർ. ആ പൗഡർ 100 ഗ്രാമിന് 145 രൂപയാണ്. യാർഡ്ലി ഒരു സാധാരണ ഓർഡിനറി ക്വാളിറ്റി പൗഡറാണ്. നമ്മുടെ പൗഡർ 150 ഗ്രാം. ഞാൻ ആർസിഎമ്മിൽ വന്ന അന്ന് മുതൽ ആർസിഎമ്മിൽ കാണുന്ന പൗഡറാണ്. അതിൻ്റെ എന്താ പറയുക പാക്കിംഗ്, അതിൻ്റെ കണ്ടെയ്നറിൻ്റെ ഷേപ്പും കളറും ഒക്കെ പല പ്രാവശ്യം മാറിയെങ്കിലും ഒറ്റ പൗഡറേ ഉള്ളൂ. ആ ഒരു പൗഡർ 150 ഗ്രാമിന് 75 രൂപയേ ഉള്ളൂ. അത് JRCM പറഞ്ഞാൽ 61 രൂപയ്ക്ക് കിട്ടും. പുതിയതായിട്ട് അസോസിയേറ്റ് ചെയ്ത ആളുകൾ, പൗഡർ വാങ്ങിച്ചിട്ടില്ലാത്ത ആളുകൾ കേൾക്കുന്ന ഒരു കടലാസിൽ എഴുതി വെച്ചോളൂ, പൗഡർ ഒന്ന് മാറ്റിയാൽ ആ വീട്ടിലേക്ക് പൗഡറിന് വേണ്ടി വരുന്ന ചെലവ് പകുതിയായി കുറഞ്ഞു. 1 മാസത്തെ ചെലവിനുള്ള പൈസ കൊണ്ട് 2 മാസത്തെ ചെലവ് എടുക്കാൻ ആർസിഎം സഹായിക്കുമെന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആളോട് പറയാം. ഇത് വേണ്ടവരാണ് നമ്മുടെ സമൂഹത്തിലെ 90% ആളുകളും. എങ്ങനെയെങ്കിലും ചെലവ് ചുരുക്കാനും എക്സ്ട്രാ ഇൻകം കിട്ടാനും വല്ല വഴിയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. കാരണം അനുദിനം ചെലവ് കൂടി വരികയാണ്, വരുമാനത്തിലുള്ള മാർഗങ്ങൾ അടഞ്ഞു പോവുകയാണ്.
എത്ര വലിയ മിടുക്കനാണെങ്കിലും ഒരു ജോലി ചെയ്ത് സമാധാനത്തോട് വരുമാനം ഉണ്ടാക്കി ജീവിക്കുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലം അത്ര എളുപ്പമല്ല. പണ്ട് അങ്ങനെ ആയിരുന്നു. എന്തെങ്കിലും പഠിച്ചാൽ ജോലി കിട്ടുമായിരുന്നു. എന്തെങ്കിലും ജോലി കിട്ടുമായിരുന്നു. ജോലി കിട്ടിയാൽ കൈ നിറയെ ശമ്പളം കിട്ടുമായിരുന്നു. ജോലി കിട്ടിയാൽ സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പം നെഗറ്റീവാണ്. എത്ര വലിയ പഠിച്ച ആൾക്കും അവരുടെ പഠിപ്പിന് അർഹതയ്ക്കുള്ള ജോലി കിട്ടാൻ പ്രയാസമാണ്. അഥവാ ജോലി കിട്ടിയാൽ ജോലിഭാരം കൂടുതലാണ്, ടെൻഷൻ കൂടുതലാണ്, കിട്ടുന്ന ശമ്പളം വളരെ കുറവാണ്, സൗകര്യങ്ങൾ വളരെ മോശമാണ്, സമാധാനവും ഇല്ല, സന്തോഷവും ഇല്ല, പേരിന് ജോലി. അതാണ് ഹിന്ദിയിൽ പറയുന്നത്, നൗക്കരി ആപ്കോ ഭൂക്കാ പറഞ്ഞ നഹി ദേഗ ലേക്കിൻ ജിന്ദഗി മേ കാമയാബ് ഹോനെ ഭി നഹി ദേഗ. ജോലി നിങ്ങളെ പട്ടിണി കിടക്കാൻ ഇടയാക്കുകയില്ല, പക്ഷെ ഒരിക്കലും നിങ്ങളെ രക്ഷപ്പെടാനും അനുവദിക്കില്ല. നോക്കൂ, അത്യാവശ്യം ആഡംബര ജീവിതം നയിക്കുന്ന ആളുകൾ ജോലിക്കാരാണോ അതോ ബിസിനസ്സുകാരാണോ? നമ്മൾ കണ്ടെത്തേണ്ട കാര്യമാണ്, മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ ഇൻകം കിട്ടുന്ന ബിസിനസ് ചെയ്യാൻ പറ്റൂ. അതും ഇന്ന് സാധാരണക്കാർക്ക് പറ്റില്ലല്ലോ. പക്ഷെ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പൈസ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ വലിയ ബിസിനസ് ചെയ്ത് ലൈഫ് സുന്ദരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആവശ്യം തരുമ്പോൾ അതിൽ വന്നിട്ടും ആ സാധ്യത മനസ്സിലാക്കാതെ പ്രയോജനപ്പെടുത്താതെ നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ വരാനിടയാകുന്നത് മുജ്ജന്മ സുഹൃതം, വലിയ ഭാഗ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ മെമ്പർഷിപ്പുള്ള ആളുകൾക്ക് ഡിസ്കൗണ്ടിൽ ആണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. മാർക്കറ്റിൽ കിട്ടുന്ന പ്രൊഡക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്നു എന്ന് മാത്രമല്ല, മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്കൗണ്ട് കിട്ടും. ഈ ഡിസ്കൗണ്ട് ഒരു ഷോപ്പ് നിശ്ചയിക്കുന്നതല്ല, ഒരു ലീഡർ നിശ്ചയിക്കുന്നതല്ല, കമ്പനി നിശ്ചയിച്ചിട്ടുള്ളതാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓൺലൈനിലൂടെ സുതാര്യമായി ഓൾ ഇന്ത്യയിൽ എവിടെയും ഔട്ട്ലെറ്റിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ കമ്പനി നിശ്ചയിച്ചിരിക്കുന്ന വിലയ്ക്ക് തന്നെയാണ് ബില്ല് ചെയ്ത് കിട്ടുന്നത്. അതിനാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. തുടർച്ചയായി 6 മാസം ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പർച്ചേസ് അനുസരിച്ച് ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയി കിട്ടാനുള്ള സൗകര്യമുണ്ട്. ഇത് സത്യത്തിൽ വേറെ എവിടെയാണ് ഉള്ളത്? വേറെ എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു സംവിധാനം? ഫ്രീ പ്രൊഡക്ട്സ്, ഒറ്റ പ്രാവശ്യമെങ്കിലും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടിയ ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ധാരാളം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്തുകൊണ്ടായിങ്ങനെ ചോദിക്കുന്നത് വെച്ചാൽ, പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ കാണും, ജോയിൻ ചെയ്തിട്ട് കുറേ കാലമായിട്ട് ഈ കാര്യം അറിയത്തില്ലാത്തവർ കാണും. കാരണം ഞാൻ അനവധി യാത്ര ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പല ആളുകളെയും കാണും. പുതിയ ആളുകൾ കാണും, ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളായ ആളുകളുണ്ട്, വർഷങ്ങളായ ആളുകളുണ്ട്. ഈ കൺസിസ്റ്റൻസിയെ കുറിച്ചൊക്കെ ചോദിക്കും പല, ഇല്ല സാറേ എനിക്ക് അറിയത്തില്ല സാറേ, എനിക്ക് കിട്ടിയിട്ടില്ല സാറേ. അതിൻ്റെ കണ്ടീഷൻസ് നമ്മൾ അറിയണം. വീട്ടിലേക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങൾ, ഇത്രയധികം ഗുണമേന്മയുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നു, ഡിസ്കൗണ്ട് റേറ്റിൽ വാങ്ങിക്കുന്നു, ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ്. ഈ മേന്മയോടൊപ്പം ഓരോ 6 മാസം കഴിയുമ്പോഴും വീട്ടിലേക്ക് നമ്മൾ വാങ്ങിക്കുന്ന അടിസ്ഥാനത്തിൽ സൗജന്യമായി സമ്മാനമായി ഉൽപ്പന്നം കിട്ടുമെന്ന് കൂടെ അറിഞ്ഞാൽ പിന്നെ ആരാ വേണ്ടെന്ന് വെക്കുന്നത്? അപ്പോൾ ഏതാണ്ട് 2 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ RCM അസോസിയേറ്റ് ബേയേഴ്സ് ഉണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ മാസം ഒരു 10 പേരോടെങ്കിലും പറഞ്ഞാൽ ഈ 10,000 ആളുകളാണോ ജോയിൻ ചെയ്യുക? ഈ 2 ലക്ഷം ആളുകളിൽ ഞാൻ പറഞ്ഞത് ലൈവായിട്ടുള്ളവരാണ്. ഒരു 6 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആളുകൾ എന്തിനു വേണ്ടിയാണ് ജോയിൻ ചെയ്തത് അവർക്കറിയില്ല, അതുകൊണ്ട് ആരോടും അവർ പറയുന്നില്ല, നോ പ്രോബ്ലം. പക്ഷേ ജീവനുള്ളവരുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. വീട്ടിലേക്ക് ഒരു ഗോതമ്പൊടിയും ഒരു പാക്കറ്റ് എണ്ണയും ഒരു ചായപ്പൊടിയും എങ്കിലും വാങ്ങിക്കുന്നവർക്ക് അറിയാമല്ലോ ഇത് നല്ല പ്രൊഡക്റ്റാണ്, ന്യായവിലയ്ക്ക് കിട്ടുന്നതാണ്, ആരോഗ്യദായകമാണ്. മടിയില്ലാതെ ഒരു 10 പേരോടെങ്കിലും പറയാൻ നമ്മൾ തയ്യാറായാൽ എന്തുകൊണ്ട് 10,000-20,000 19,000 ആളുകൾ നമുക്കൊരു മാസം ജോയിൻ ചെയ്യിപ്പിച്ചുകൂടാ? അങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കണം. അതല്ലാതെ ആരെങ്കിലും പറയട്ടെ, വളരുന്നെങ്കിൽ വളരട്ടെ എന്നാവരുത് നമ്മുടെ സ്ഥിതി. മാക്സിമം പുട്ട് യുവർ ബെസ്റ്റ് എഫേർട്ട്. ആ കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്ഥിരമായി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ 6 മാസം കഴിയുമ്പോൾ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു. അത് വാങ്ങിയ ആളുകൾ ധാരാളം പേരുണ്ട്. ഇത്രയും പേര് കൈപൊക്കിയാൽ പോരാ, കൈപൊക്കാത്ത കുറേ ആളുകൾ സാധനം കിട്ടിയിട്ടും പൊക്കാതിരിക്കുന്ന മോശമാണ് കേട്ടോ. അതല്ലെങ്കിൽ ചാറ്റ് ബോക്സ് എഴുതിക്കോളൂ, 112 പേര് മാത്രമേ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളൂ, 1000-ഓളം ആളുകൾ ഉണ്ടായിട്ട് 112 പേരെ ഹാൻഡ് റൈസ് ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ കാൺ ബിലീവ് ഇറ്റ്. കാരണം എനിക്ക് കണക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒന്നുകിൽ കൈപൊക്കാൻ അറിയില്ല, അതല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചാറ്റ് ബോക്സിൽ എഴുതൂ, യെസ് എഴുതൂ. ഹാൻഡ് റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എഴുതും. എന്തിനാണെന്നറിയോ? ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ, കിട്ടാത്ത ആളുകൾ തോന്നണം, ഓ ഇതൊക്കെ ശരിയാണല്ലോ. അതല്ലെങ്കിൽ
നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇത്രയധികം ആളുകൾക്ക് കിട്ടുന്നു എന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കും ഞാൻ എന്ത് ചെയ്യണമെന്ന്. അത്രേ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൂ. വാട്ട് യു ഹാവ് ടു ഡു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ ആർസെമൽ ഷോപ്പിൽ നിന്ന് വാങ്ങുക. ഓരോ മാസവും മാസത്തെ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർസെമൻ്റെ പ്രൊഡക്റ്റ് സ്റ്റോക്കുള്ള ഒരു ഔട്ട്ലെറ്റിൽ 100-100 രൂപ വണ്ടിക്കൂലി കൊടുത്താണെങ്കിൽ നിങ്ങൾ പോവുക, വിസിറ്റ് ചെയ്യുക, വീട്ടിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സാധനം വാങ്ങിക്കുക. വാങ്ങുമ്പോൾ ഒരു മാസത്തേക്ക് കൂടുതൽ എക്സ്ട്രാ വാങ്ങിച്ചോളൂ. വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഡിസ്പ്ലേ വളൊക്കെ സ്റ്റാർട്ട് ചെയ്യൂ. നിങ്ങളുടെ പരിചയക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സൗകര്യം പോലെ വിളിച്ചു വരുത്തൂ. അല്ലെങ്കിൽ എവിടെ പോയാലും നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കരുതൂ. അവരോട് പറയൂ. അഖില മാഡം പറയുന്ന പോലെ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും എല്ലാം ആർസമാക്കി മാറ്റുക. ഒരു സംശയം വേണ്ട. 10,000 മുതൽ 10,000-50,000 ആളുകൾ ഒന്നിച്ച് കേരളത്തിൽ ആർസമിൽ ജോയിൻ ചെയ്യുന്ന ഒരു കാലം വിദൂരമല്ല. ഈ ഫ്രീ പ്രോഡക്റ്റ് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. യെസ്, ഹാൻഡ് റൈസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, കുറച്ചുകൂടി ഉണ്ട്, എന്നാൽ ഇനി കുറച്ചുകൂടെ വരാനുണ്ട്. ഓക്കെ. പിന്നെ ക്യാഷ് അവാർഡ് 10,000 BV-യിൽ കൂടുതൽ എല്ലാ മാസവും ചെയ്യുകയാണെങ്കിൽ അവർക്ക് അർഹമായ ക്യാഷ് അവാർഡും കൊടുക്കും. സെയിൽസ് മാർജിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. 75 രൂപ വിലയിട്ടിരിക്കുന്ന പൗഡർ മെമ്പർഷിപ്പുള്ള ആൾക്ക് 61 രൂപയ്ക്ക് കിട്ടുമ്പോൾ 75 രൂപയ്ക്ക് വിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ലാഭം അതവരുടെ റൈറ്റാണ്. അപ്പോൾ MRP-യിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കുക എന്ന് പറയുന്നത് ഒരു അസോസിയേറ്റ് ബേയുടെ റൈറ്റാണ്. പിന്നെ ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ഏത് തരത്തിലേക്കാണ് കമ്മീഷൻ കിട്ടുന്നത് എന്ന് ഞാൻ വിശദീകരിച്ചു. അത് വിശദമായി പറഞ്ഞില്ല. അപ്പോൾ ഇത് പറയാൻ കാരണം, എന്നാലും ഒരു ഷോപ്പ് നടത്തിയേക്കാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സാധാരണ കട നടത്തുന്ന പോലെയല്ല, ഇതിനകത്ത് പലതരത്തിലുള്ള വരുമാനം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാം മണി റിലേറ്റഡ് ബെനിഫിറ്റ്സ് മാത്രമാണ് പറയുന്നത്, ബാക്കിയൊന്നും പറഞ്ഞിട്ടില്ല. കമ്മീഷൻ ബേസ്ഡ് ഓൺ പെർഫോമൻസ്. നമ്മുടെ പർച്ചേസിന് വോളിയം PV പർച്ചേസ് വോളിയത്തെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അങ്ങനെ ഞാനും എൻ്റെ ടീമും കൂടെ ചേർന്ന് ചെയ്യുന്നതിനെ ഒരു കണക്കാക്കി നിശ്ചയിച്ചുകൊണ്ട് ആ സ്ലാബിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പെർഫോമൻസ് ബോണസ് നിശ്ചയിക്കുന്നത്. പിന്നെ മന്ത്ലി ആൻഡ് ആനുവൽ ബോണസ് ഇത് ആർക്കാണ് കിട്ടുന്നത്? ഓപ്പണർ ആൻഡ് എബോവ് ലെവലിലുള്ള ആളുകൾക്കാണ് കമ്പനി ഇതിന് ബോണസ് കൊടുക്കുന്നത്. എന്താണ് ഈ ബോണസ്? സത്യത്തിൽ ബോണസ് എന്ന് പറയുന്ന പ്രയോഗം ലാഭവിഹിതം എന്നല്ലേ? ആർച്ച് നമുക്ക് തരുന്നത് ലാഭവിഹിതമല്ല, കമ്പനിയുടെ മന്ത്ലി ടേൺ ഓവറിനൊരു വിഹിതമാണ്. ആ വിഹിതം തരാൻ ഒരു മാനദണ്ഡം കണക്കാക്കിയിട്ടുണ്ട്. ഓപ്പണർ, റീഗൽ, റണ്ണർ, വിന്നർ, സ്റ്റാർ, റോയൽറ്റി ആൻഡ് ടെക്നിക്കൽ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് അവർക്ക് നിശ്ചിത എമൗണ്ട്, നിശ്ചിത ശതമാനം അത് തരികയാണ്. ആലോചിച്ച് നോക്കുക. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ആളുകൾക്ക് എപ്പോഴും വരുമാനം കൊടുക്കുന്നത് അവരുടെ ടീമിൽ നടക്കുന്ന ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയുടെ ടേൺ ഓവറിന്റെ വിഹിതം തുടക്കക്കാരായ ആളുകൾക്ക് പോലും കൊടുക്കുന്നു. വെറും 70,000 BV ചെയ്ത് ഓപ്പണർ ആകുന്ന ആൾക്ക് പോലും ബോണസ് കൊടുക്കുന്നു. അത് ഒരു ബോണസ് അല്ല, മന്ത്ലി ബോണസ് എത്ര കിട്ടുന്നു അത്രയും സംഖ്യ ആനുവൽ ബോണസായിട്ട് കമ്പനി തന്നെ പിടിച്ചു വെച്ചിട്ട് കൊടുക്കും. എന്തിനു വേണ്ടിയാണ്? കിട്ടുന്ന പൈസ മുഴുവൻ ചിലവായി പോകും. അത് ഏത് ജോലിക്കാരൻ്റെ അനുഭവമാണ്. 20 വർഷം എയർഫോഴ്സിൽ ജോലി ചെയ്തിട്ട് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. ഒരു ലോൺ എടുത്തൊരു ബൈക്ക് വാങ്ങിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മന്ത്ലി ബോണസായിട്ട് കൊടുക്കുന്ന എമൗണ്ടിന് ഈക്വലായിട്ടൊരു സംഖ്യ ആനുവൽ ബോണസ് ആക്കി കമ്പനി പിടിച്ചു വെച്ചിട്ട് 12 മാസം കഴിയുമ്പോൾ ഒന്നിച്ച് തരുമ്പോൾ എന്താകും? പലരും സന്തോഷം കൊണ്ട് വീർപ്പും പൊട്ടും അല്ലേ? എത്ര പേരാണ് ബോണസ് കിട്ടിയത് കൊണ്ട്, ഓരോരോ ആനുവൽ ബോണസ് കിട്ടിയത് കൊണ്ട് ഓരോരോ വലിയ കാര്യങ്ങൾ നേടിയ കഥകൾ നമ്മളിവിടെ ഗ്രൂപ്പിൽ പറയുകയുണ്ടായി. ശരിയല്ലേ? ബോണസ് ഒരു പ്രാവശ്യമെങ്കിലും കിട്ടിയവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്തേ, ചുമ്മാ ആളുകൾ കാണട്ടെ. ഓപ്പണർ ആൻഡ് അബവ് ആളുകൾ, ഒരു പ്രാവശ്യമെങ്കിലും ബോണസ് കിട്ടിയിട്ടുള്ള ആളുകൾ, മന്ത്ലി ബോണസ്, അതിന് ഈക്വലിന് തുക ആനുവൽ ബോണസ്, അങ്ങനെ ഒരു വർഷം 4 ബോണസ്. ലോകത്തേതെങ്കിലും കമ്പനിയിൽ ഒരു വർഷം 4 ബോണസ് കിട്ടുമോ? ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതിലാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്നുള്ളത് നാം അറിഞ്ഞാൽ മാത്രം പോരാ. ബിജി സാറേ പറയില്ലേ, തലയിൽ മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറയണം. യെസ്, വർഷം 4 ബോണസ്, 4 പ്രാവശ്യം ബോണസ് കിട്ടുന്ന കമ്പനിയുടെ ഭാഗമാണ് ഞാൻ. അല്ല, ആ കമ്പനിയാണ് ഞാൻ നടത്തുന്നത് പറഞ്ഞോളൂ. എൻ്റെ കമ്പനി വർഷത്തിൽ 4 പ്രാവശ്യം ബോണസ് തരുന്നതാണ്, വേണമെങ്കിൽ വരാൻ പറയും. ഈ ബോണസിൻ്റെ കണക്കൊക്കെ ഇപ്പം എനിക്ക് പറയാൻ സമയമില്ല. അത്ര അധികം വലിയ സംഖ്യയാണ് ബോണസായിട്ട് ആൾക്ക് കൊടുക്കുന്നത്. കേരളത്തിൽ പറഞ്ഞു കേട്ട് ഏറ്റവും വലിയ ബോണസ് കിട്ടിയത് വെബ്കോക്കാർക്കാണെന്ന്. പക്ഷെ അത് കണ്ടപ്പോൾ മറ്റ് സർക്കാർ ജോലിയിലുള്ള ആളുകൾക്ക് ഭയങ്കര പ്രയാസമായി. ശരി, ഞങ്ങളവിടെ പോയാൽ മതിയായിരുന്നു.
പറഞ്ഞിട്ട് കാര്യമില്ല, ചോയ്സ് അവരുടെ അല്ലല്ലോ. പക്ഷേ അവർക്കൊക്കെ കിട്ടിയതിനേക്കാൾ എത്ര വലിയ ബോണസാണ് RCM നമുക്ക് തരുന്നത്, കൊടുക്കുന്നത്. എന്തൊരു സന്തോഷമാണ് അങ്ങനെ ഒരു വരുമാനം കിട്ടുമ്പോൾ കിട്ടുന്ന ആൾക്ക്. സ്വന്തമായിട്ട് ഒരു വരുമാനം പോലും കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് വിചാരിച്ച് വ്യസനിച്ചിരിക്കുന്ന 10, 50, 60, 70 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് RCM വാരിക്കോരി കൊടുക്കുകയാണ്. ഈ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അവസരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മന്ത്ലി ബോണസ്, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ കിട്ടാനുള്ളത്? ബോണസ്, ടാർഗറ്റ് ഓഫേഴ്സ്, എന്തെങ്കിലുമൊക്കെ ടാർഗറ്റുകൾ നമുക്ക് തരും, ആ ടാർഗറ്റിൽ ചെയ്യുന്നു. അങ്ങനെ ധാരാളം ബെനിഫിറ്റ്സ്. ഇതിനേക്കാളെല്ലാം ഉപരി RCMന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നതാണ് ഹെൽത്ത്, ആരോഗ്യദായകമായ ഉൽപ്പന്നങ്ങൾ. RCMന്റെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുക വഴി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുന്നു. അസുഖമുള്ളവർക്ക് രോഗശമനം വേഗത്തിലാകുന്നു, അസുഖമില്ലാത്തവർക്ക് അസുഖം വരാനുള്ള സാധ്യത കുറയുന്നു. മാത്രമല്ല, RCMന്റെ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആൾക്ക് പ്രായം കുറഞ്ഞു വരുന്നു എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. സോ നമ്മുടെ കൂടെ അസോസിയേറ്റഡ് ആയിട്ടുള്ള പുതിയ ആളുകൾക്ക്, കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനുള്ളിൽ വന്നിട്ടുള്ള ആളുകൾ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ആരെങ്കിലും ഉന്തിയിട്ടതാണെങ്കിൽ ശരി, വന്നുപോയല്ലോ, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാതെ വെറുതെ കുറച്ച് ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങിച്ച് വെറും ഒരു കൺസ്യൂമറായി ഈ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്താതെ നഷ്ടപ്പെടുത്തി കളയരുത്. വാതോരാതെ വിളിച്ചു പറയണം, യൂസ് ആൻഡ് പ്രൊമോട്ട്. അതാണ് നമ്മുടെ പോളിസി. ഒരു RCMന്റെ ഒരു നല്ല ഔട്ട്ലെറ്റ് എല്ലാ ഔട്ട്ലെറ്റും നല്ലതാണ്. ഞാൻ ഉദ്ദേശിച്ചത് കൂടുതൽ സ്റ്റോക്കുള്ള ഒരു ഷോപ്പിൽ പോയി ഓരോ പ്രൊഡക്റ്റുകളും പരിചയപ്പെടണം. മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റും RCMന്റെ ഒരു ഷോപ്പിലും വെച്ചിട്ടില്ല. എല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ചില ഉൽപ്പന്നങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല, കാരണം അത് RCMൽ മാത്രമുള്ളതാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ ആളുകൾ ചോദിക്കും, ഗുഡ്സിപ്പ് കണ്ടിട്ടുണ്ടോ? അതെന്താ സാധനം എന്നാ ചോദിച്ചത്. ഗുഡ്സിപ്പോ, അതെന്താ സാധനം? ആളുകൾ അറിഞ്ഞില്ല. ഇന്ന് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ഏറ്റവും സഹായിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്, വളരെ സിമ്പിളാണ് ഗുഡ്സിപ്പ്. എന്താണ് ഗുഡ്സിപ്പ്? ഗുഡ്ഡോട്ടിൻ്റെ വളരെ ലളിതമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇഞ്ചി, നെല്ലിക്ക, നാരങ്ങ, കുരുമുളക്, ഗ്രാമ്പു, കറ്റാർവാഴ, പുതിന, ഇതെല്ലാം കൂടെ ചേർത്ത് അല്പം മധുരം ചേർത്ത് ഒരു പൊടിയാക്കി ഒരു പാക്കറ്റിലാക്കി തന്നിരിക്കുകയാണ്. ഒരു 600 മില്ലി വെള്ളത്തിൽ അത് കലക്കി കഴിഞ്ഞാൽ ഒന്നാന്തരം പാനീയം. ഈ പറഞ്ഞ ഔഷധങ്ങളുടെ ഗുണം അറിയത്തില്ലാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പുറത്തിറങ്ങിയാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ആ വെള്ളം, കളർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്കറിയാം അത് കെമിക്കലാണ്, നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നാൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ആരോഗ്യത്തിന് ഹാനിയുണ്ടാക്കുന്ന പാനീയങ്ങളാണ്. പക്ഷേ അതാണ് നമ്മൾ കൊടുക്കുന്നത്, കുടിക്കുന്നത്. എത്ര വലിയ 8000 കോടിയുടെ ടേൺ ഓവറാണ് അത്ര ഇന്ത്യയിൽ പാനീയ ബിസിനസ്സിൽ നടക്കുന്നത്. രാവിലെ എഴുന്നേറ്റാൽ കട്ടൻ ചായയോ കാപ്പിയോ കുടിച്ച് ശീലിച്ച ആളുകളുണ്ട്. ഇത് ഉപയോഗിക്കാം. ഒരു പാത്രത്തിലേക്ക് പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളം അതിലേക്ക് വെച്ചുള്ള ഗുഡ്സിപ്പ് ടീ ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾ നാളെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയുന്ന അതിൻ്റെ പൈസ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാം. കാരണം അത്രയും ടേസ്റ്റിയാണ്, അത്രയും ഗുണഫലമുള്ളതാണ്, ആരോഗ്യദായകമാണ്. കൊറോണ സമയത്ത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നത് 2 ഗുഡ്സിപ്പ് പാക്കറ്റ് ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന ആൾക്ക് അവരുടെ രോഗപ്രതിരോധ ശക്തി ഏറ്റവും ഉയർന്ന നിലയിൽ നിലനിർത്താൻ കഴിയും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും നമ്മൾ മനസ്സിലാക്കണം. നൂഡിൽസ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ കണ്ണ് പുറത്താകും, ഇങ്ങനെ നെറ്റി വിളിക്കുക, നൂഡിൽസ് കൊള്ളില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നൂഡിൽസ് ഉപയോഗിക്കുന്ന മലയാളികളാണ്. കാരണം നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ നൂഡിൽസ് അനാരോഗ്യകരമായ ഭക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവർ വേണ്ടെന്ന് വെച്ചു. എന്നാൽ അതിന് പകരം ലോകത്തിലെ ഏറ്റവും ആരോഗ്യദായകമായ നൂഡിൽസ് ഗുഡ്ഡോട്ട് RCM നമുക്ക് തരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇത് കേട്ടിട്ടുള്ള ആളുകൾ അതിൻ്റെ മുകളിൽ കമിഴ്ന്നു വീണു എന്ന് പറഞ്ഞാൽ ശരി. ആലോചിച്ച് നോക്കുക, 146 കോടി ജനങ്ങളിൽ ഇന്ത്യയിൽ, 23 കോടിയോളം ജനങ്ങൾ ഉള്ള UPയിൽ, അതുപോലെ കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 3-4 ഇരട്ടി ജനസംഖ്യയുള്ള ധാരാളം സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അവരൊക്കെ RCM 5 വർഷം മുമ്പേ അറിഞ്ഞു. അവിടെയൊക്കെ വലിയൊരു കസ്റ്റമർ ബേസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഗുഡ്ഡോട്ടിൻ്റെ നൂഡിൽസിൽ സെയിൽസിൽ കേരളം 1ാം സ്ഥാനത്താകാൻ കാരണം ഇതിൻ്റെ മേന്മ മനസ്സിലായ ആളുകൾ മറ്റുള്ളവരോട് പറയുന്നു. ഞാൻ പറയുന്ന സുഹൃത്തുക്കളെ, ഇതെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ ഗുഡ്സിപ്പിനെ കുറിച്ച്, നൂഡിൽസിനെ കുറിച്ച് എങ്കിലും നിങ്ങൾ പറയണം. FMCG, പേസ്റ്റ്, സോപ്പ്, വാഷിംഗ് പൗഡർ എല്ലാം, പയറുപരിപ്പ്, പിന്നെ പ്രൊഡക്റ്റുകൾ, ചായപ്പൊടി എല്ലാം നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാക്കി ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു മടിയും കാണിക്കരുത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു സംശയവും വേണ്ട, ഈ പറയുന്ന 25 വർഷം കൊണ്ട് നേടിയത് 5 വർഷമല്ല, അതിനു മുമ്പ് നമുക്ക് നേടാൻ പറ്റും. ഇതിൽ പരമമായ ഒരു സത്യമുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും
രഹസ്യം ഇതിനാണ് അടങ്ങിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു ഗ്രാഫാണ്. തുടക്കകാലത്തിൽ പ്രയത്നം വളരെ കൂടുതലായിരിക്കും, വരുമാനം വളരെ കുറവായിരിക്കും. എന്നാൽ നാം മുമ്പോട്ട് പോകും തോറും പ്രയത്നം, വർക്ക് കുറയും, കുറച്ച് മതി, പക്ഷെ നമുക്ക് ഇൻകം കൂടി വരും. ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും വരുമാനം വന്നുകൊണ്ടേയിരിക്കും, അത് വളർന്നുകൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ മാസം നമുക്ക് കേരളത്തിൽ കിട്ടിയ പിൻ ലെവലിൽ 2 ഉയർന്ന ലെവലുകൾ, 2 സ്റ്റാർ എമറാൾഡാണ്. അതിലൊന്ന് കോഴിക്കോട് നിന്നുള്ള വേണുസാറാണ്. വേണുസാറിനെ കേരളത്തിലെ RCM ആക്റ്റീവായിട്ടുള്ള കുടുംബാംഗങ്ങൾക്കൊക്കെ അറിയാം, സുപരിചിതരാണ്. അദ്ദേഹം കേരള പോലീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം പോലീസ് സർവീസിൽ ഇരിക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് രംഗത്ത് നടക്കുന്ന കളികളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഫോം ചെയ്ത് ഇൻവെസ്റ്റിഗേഷന് അദ്ദേഹത്തെ അയച്ചു. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹം ഉൾപ്പെടെ 7 പേരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവരെല്ലാവരും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ RCM ഏറ്റവും ജനോപകാരപ്രദമാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ ദോഷമൊന്നുമില്ലാത്തതാണെന്ന് 7 പേര് ഒരേ സ്വരത്തിൽ റിപ്പോർട്ട് കൊടുത്തു. അതിനുശേഷം സാറ് റിട്ടയർ ചെയ്തപ്പോൾ സാറിന് തോന്നി, എന്നാൽ ഇത് കൊള്ളാമല്ലോ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഇത് ഏറ്റെടുത്തുകൂടാ? അങ്ങനെ അദ്ദേഹം ഒരു സ്പോൺസറെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് RCMൽ വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ മിസ്റ്റർ ബിപിൻ മേനോൻ സ്റ്റാർ പേൾ അച്ചീവർ ആണെന്ന്. അദ്ദേഹം ദുബായിൽ ഗവൺമെൻറ് സർവീസിൽ മൈക്രോബയോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇതിന് സാധ്യത മനസ്സിലാക്കിയതുകൊണ്ട് അച്ഛൻ മകനെ വിളിച്ചു വരുത്തി. ഇന്ന് 2 പേരും വളരെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും നല്ല സ്ട്രോങ് ആയിട്ട് ടീമിനെ എന്താ പറയുക ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ മാസം അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം വിദേശത്തായിരുന്നു. പക്ഷേ അദ്ദേഹം വിദേശത്തിരുന്നു കൊണ്ട് സ്റ്റാർ എമറാൾഡായി. അതാണ് ഈ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ മാസം ഞാനും കുറേ ദിവസം വിദേശത്തായിരുന്നു. ഞാനും എൻ്റെ ഫാമിലിയോടൊപ്പം ഒരു 24 ദിവസം ഇന്ത്യക്ക് വെളിയിലായിരുന്നു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ RCM ഹിസ്റ്ററിയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടേൺ ഓവറാണ് കഴിഞ്ഞ മാസം നടന്നത്. സുഹൃത്തുക്കളെ, ഈ ഗ്രാഫ് നമ്മൾ മനസ്സിലാക്കണം. തുടക്കത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന ഇൻകം കിട്ടുന്നില്ല, പണി കൂടുതലാണ്, വിചാരിച്ച പോലെ ഒന്നും കിട്ടുന്നില്ല എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ റിമെമ്പർ ദിസ് ഗ്രാഫ്. നിങ്ങളുടെ പ്രയത്നം നിങ്ങൾ കണക്ക് കൂട്ടാതെ ചെയ്തുകൊണ്ടേയിരിക്കുക, വേറെ ഒന്നും ചെയ്യാനല്ല. യൂസ് ആൻഡ് പ്രൊമോട്ട്. ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഏതൊക്കെ തരത്തിലാണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, പുട്ട് യുവർ ബെസ്റ്റ്. എല്ലാവർക്കും ഒരേ കഴിവുകളല്ല ഉള്ളത്, ഒരേ സാഹചര്യമല്ല. പക്ഷേ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു പിൻ ലെവലോ ഒരു വരുമാനമല്ല. അച്ചീവ് ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത്, എത്രയും വേഗം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അതൊരു പക്ഷേ മറ്റു പല ടീമിലും ആയിരിക്കും, നോ പ്രോബ്ലം. RCM ആണ് വളരുന്നത്. 146 കോടി ജനങ്ങൾ ഇന്ത്യയിൽ കഷ്ടിച്ച് 1 കോടി ആളുകൾ പോലും ആക്റ്റീവായിട്ടുണ്ടോ എന്നറിയില്ല. ബാക്കിയുള്ള ആളുകൾ മുഴുവൻ RCMൽ വന്നിട്ടുള്ളവരൊക്കെ നിർജ്ജീവമാണ്, അല്ലെ ഉറങ്ങുകയാണ്. അപ്പോൾ RCM വളരുമ്പോൾ, പറഞ്ഞില്ലേ കേരളത്തിൽ ഇത്ര ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കഴിയണം. കഴിഞ്ഞ മാസത്തേക്കാൾ 100 PV കൂടെ ഞാൻ എൻ്റെ ടീമിൽ ഈ മാസം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് സ്വയം അഭിമാനിക്കാൻ കഴിയണം. അത്തരത്തിൽ ഗ്രോത്ത്, വളർച്ച യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. അതിന് എന്താണ് ഗ്രോത്ത്? PVയിലുള്ള വർധനവാണ്, പർച്ചേസ് മൂല്യത്തിലെ വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അത് എങ്ങനെയാണ് പർച്ചേസ് മൂല്യം ഉണ്ടാകുന്നത്? ഒന്ന്, ബൈ ജോയിനിങ്. ഈ ജോയിനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ജസ്റ്റ് ആ പോയിന്റ്സ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ അസോസിയേറ്റഡിലെ പുതിയ ആളുകൾ, ജോയിൻ ചെയ്തിട്ട് 1 വർഷം ആകാത്ത ആളുകൾ ധാരാളം പേരുണ്ട്. ഈ സാധ്യത, അപാരമായ സാധ്യത അവർക്ക് മനസ്സിലായില്ലെങ്കിൽ അവർ വിട്ടുപോകും. RCMൽ സക്സസ് ആയ ലീഡേഴ്സ് എന്ന് നിങ്ങൾ വിളിക്കുന്ന അവരുടെ ചരിത്രം നോക്കുക. എത്ര വർഷം അവർ ഇതിനകത്തുണ്ടാവും. ഞാൻ തുടക്കത്തിലെ സ്ലൈഡ് കാണിച്ചില്ലേ, ഞാൻ 2005 RCMൽ ജോയിൻ ചെയ്തുള്ളൂ, 2006 വന്നുള്ളൂ. പക്ഷേ കണക്ക് പറഞ്ഞില്ലേ, ഒരു പ്രൊഡക്റ്റ് ഉള്ള സമയത്ത് എത്ര പേരോട് പറഞ്ഞിട്ടായിരിക്കും ഒരാൾ RCM ജോയിൻ ചെയ്തത്. അതിനുശേഷം 2-3 പ്രൊഡക്റ്റ് വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആളുകൾക്കുള്ളതിനേക്കാൾ പ്രതിരോധങ്ങൾ കുറഞ്ഞു, പക്ഷെ അപ്പോഴും പ്രയാസമാണ്. FMCG ഒക്കെ ധാരാളം വന്നു. ഞാൻ RCMൽ വരുമ്പോൾ ന്യൂട്രിചാർജ് ഇല്ല, ഹരിതൻ ജീവനി ഇല്ല, കീസോൾ ഇല്ല, ഗുഡ് ഡോട്ട് ഇല്ല, പെയിന്റ് ഇല്ല, അങ്ങനെ പല പ്രൊഡക്റ്റുകളുമില്ല.
ഇന്ന് ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പറയുമ്പോൾ എല്ലാവരും സ്വീകരിക്കുന്നുണ്ടോ? സ്വീകരിക്കില്ല. വീട്ടുകാർ പോലും സ്വീകരിക്കില്ല, സഹോദരങ്ങൾ പോലും സ്വീകരിക്കില്ല, ചങ്കാന്ന് പറയുന്ന കൂട്ടുകാർ സ്വീകരിക്കില്ല. ഒരു പറയും അതൊക്കെ കൊള്ളാം, അതൊക്കെ വിട്ടാരെ, ബാക്കി വേറെ എന്തെങ്കിലും പറയാനുണ്ട്. കാരണം അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത മാത്രമല്ല, നന്മയുള്ള ആളുകൾക്ക് ആർസിമിൽ വരാൻ കഴിയൂ, അവർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് ഡയമണ്ട് സുരേന്ദ്രൻ സാർ പറഞ്ഞത്. നന്മയുള്ള ആളുകൾ. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നന്മ മനസ്സിലാവുന്നുണ്ടാവില്ല, നമ്മുടേതല്ല പലരുടെയും നന്മ നമുക്കറിയാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം 100 ഗുണമുണ്ടെങ്കിൽ, ഒരാൾക്ക് 100 ഗുണമുണ്ടെങ്കിൽ അത് നമ്മൾ അറിയണമെന്നില്ല. പക്ഷെ എന്തെങ്കിലും ഒരു പോരായ്മ ചെറുതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണും. അതാണ് മനുഷ്യരുടെ സ്വഭാവം. പക്ഷെ ദൈവം അങ്ങനെയില്ല, ഇതെല്ലാം സ്കാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആർസിമിൽ വരാനിടയായത്. എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിന് അർഹത ഉണ്ടായത് നമ്മളിലെ ആ നന്മ ദൈവം തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയ ആളുകളെ ആർസിമിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് PV വർദ്ധിപ്പിക്കാൻ, ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യമാണ്. ആക്ടിവേഷൻ ഓഫ് ടെർമിനേറ്റഡ് ID ഇത് പുതിയ ആളുകൾക്കുള്ളതല്ല, കുറച്ച് സീനിയർ ലെവലുള്ള ആളുകൾക്കാണ്. 1 വർഷത്തിൽ കൂടുതലൊക്കെ വന്നിട്ടുള്ള ആളുകൾക്ക് അവരുടെ ടീമിൽ ടെർമിനേറ്റഡ് ID ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടാണ് ID ടെർമിനേറ്റ് ആകുന്നത്? 6 മാസത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാതിരുന്നാൽ ID ടെർമിനേറ്റഡ്, താൽക്കാലികമായിട്ട് അത് കമ്പനി ക്ലോസ് ചെയ്യുന്നു. പിന്നീട് അവർക്ക് വേണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് നിബന്ധനകളുള്ള 1000 രൂപയുടെ പർച്ചേസ് ചെയ്തുകൊണ്ട് അവർക്ക് ID ലൈവ് ആക്കാം. പക്ഷേ വീണ്ടും ടെർമിനേറ്റ് ആയാൽ പിന്നെ കമ്പനിയുടെ അനുവാദമില്ലാതെ അത് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറഞ്ഞത്, പുതിയ ഒരാളെ കണ്ടെത്തി പറഞ്ഞു കൊടുത്ത് അവരെ ആർസിമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടത് ഒരു 85% എഫർട്ടാണെന്ന് വിചാരിച്ചോളൂ. എന്നാൽ ടെർമിനേറ്റ് ആയ ID ആക്ടിവേറ്റ് ആക്കുന്നതിന് അതിൻ്റെ 15% എഫർട്ട് മതി. അപ്പോൾ സീനിയർ ലീഡേഴ്സിനെ സംബന്ധിച്ച്, ഒരു സ്റ്റാർ റണ്ണബിൾ ലീഡേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ടീമിൽ ടെർമിനേറ്റ് ആയ ധാരാളം ഐഡികൾ ഉണ്ടാകും. അവരൊന്ന് ബന്ധപ്പെട്ട്, അവരൊന്ന് വിളിച്ച് അവരെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഒരു ജോയിനിങ്ങിൻ്റെ സ്ഥാനത്ത് 4 ID നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ കഴിയും. ജോയിൻ ചെയ്ത ആളുകൾ, പറഞ്ഞില്ലേ, ജോയിൻ ചെയ്യുന്ന ആളുകളിൽ 90% പേര് 1 വർഷത്തിനുള്ളിൽ ആർസിഎം വിട്ടുപോകും. പക്ഷേ ടെർമിനേറ്റ് ആയ ID വീണ്ടും റീആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ വിട്ടുപോകാനുള്ള സാധ്യത പിന്നെ ഉണ്ടാവില്ല. അപ്പം അവർ ടെർമിനേറ്റ് ആകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ മറുപടി അവർക്ക് കൊടുത്താൽ, ഇപ്പോഴത്തെ നേട്ടങ്ങളെ പറഞ്ഞു കൊടുത്താൽ, ടെർമിനേഷൻ ഒഴിവായി വരുന്ന ഒരാൾ പോലും വിട്ടുപോകില്ല. അവർ ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യൂസേജ് കൂട്ടുക, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അറിവ് കൊടുക്കുക, പ്രൊഡക്റ്റിൻ്റെ ലഭ്യത വർദ്ധിപ്പിക്കുക, ഓൺലൈൻ പർച്ചേസ് പ്രൊമോട്ട് ചെയ്യുക. നമ്മളൊക്കെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ബഹുഭൂരിപക്ഷം ഔട്ട്ലെറ്റുകളിൽ നമുക്ക് ആവശ്യമുള്ള ചെരുപ്പോ ഷൂ അല്ലെങ്കിൽ ഡ്രസ് ഐറ്റംസ് ഒന്നുമില്ല. എന്നാൽ ഇന്ന് ഓൺലൈൻ ഓർഡറിലൂടെ ഇത് കിട്ടാനുള്ള സംവിധാനമുണ്ട്. ടെക്നോളജി വശമുള്ളവരും ലീഡേഴ്സും നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള വഴികളിലൂടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ ഓർഡറിലൂടെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരാനുള്ള വഴി കാണിച്ചു കൊടുക്കണം, പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കാരണം എല്ലാവർക്കും ഡ്രസ്സ് ആവശ്യമുണ്ട്, ഇന്നർവെയേഴ്സ് വീട്ടിലുള്ള എല്ലാവർക്കും ആവശ്യമുണ്ട്, ബെഡ്ഷീറ്റ് ആവശ്യമുണ്ട്, അതുപോലെ ടവല്, സാരി, ചുരിദാർ, ടീഷർട്ട്, ഇതൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങിക്കുന്ന ഔട്ട്ലെറ്റിൽ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട്, ഡിപ്പോയിൽ ഇല്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. ഇതെല്ലാം ആവശ്യമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് നോൺ FMCG ഐറ്റംസിന് PUCക്കാർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കമ്മീഷനും കൊടുത്ത് ഓഫർ കൊടുത്തത് പ്രൊമോട്ട് ചെയ്തതിന് കാരണം ആളുകൾ ഇത് ശീലിക്കണം. 100% ആവശ്യമായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അപ്പം ഇൻക്രീസ് യൂസേജ്, അതിനുവേണ്ടി പ്രൊഡക്റ്റ് അവൈലബിലിറ്റി ഉറപ്പുവരുത്തുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. സെയിൽ ഒരു ശീലമാക്കണം, ഒരു കലയാക്കണം. എവിടെ പോകുമ്പോഴും ആർസിമിൻ്റെ പ്രൊഡക്റ്റ് കയ്യിൽ കരുതുകയും കാണുന്നവരോടൊക്കെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയും അത് സെയിൽ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുകയും അത് ഒരു ശീലമാക്കി മാറ്റണം. ബിക്കോസ് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലാണ്. സെല്ലിംഗ് നമ്മുടെ ശീലമാണ്. അതിന് നമ്മളൊരു മോശമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ വലിയ മുതലാളിമാർ പോലും സെയിൽ ചെയ്തിട്ടാണ് മുതലാളിമാരാകുന്നത്, അല്ലാതെ എങ്ങനെയാണ്? അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ടാർഗറ്റുകൾ കമ്പനിയുടേതായിട്ടോ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടോ ബ്രാൻഡ് പാർട്ട്നേഴ്സിൻ്റെ ഭാഗമായിട്ടോ ലീഡേഴ്സ് തരുന്നോ എന്തോ ആവട്ടെ, ടാർഗറ്റുകൾ, ഓഫറുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റെടുക്കണം, പ്രൊമോട്ട് ചെയ്യണം. അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകരുത്. പലപ്പോഴും ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾക്ക് പോലും കറണ്ട് ടാർഗറ്റുകൾ, ഓഫറൊന്നും അറിയില്ല. അങ്ങനെ ആവരുത്. നമ്മൾ അപ്ഡേറ്റഡ് ആവണം, അതല്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും. നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആകും. പിന്നെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യുന്നത്, PUCകൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് വണ്ടർവേൾഡ് ക്വിക്കുകൾ, വണ്ടർവേൾഡ് പ്രൈം, KSO ഒക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഔട്ട്ലെറ്റുകൾ പുതിയതായിട്ട് വരുമ്പോൾ ആ പ്രദേശത്ത് കൂടുതൽ ആളുകൾ ആർസിമിനെ അറിയാനും ആർസിമിൻ്റെ ഭാഗമാകാനും ഇടയാകും. അങ്ങനെ ഒരു ഫാസ്റ്റ് ഗ്രോത്ത് അവിടെ ഉണ്ടാവാൻ ഇടയാകും. അപ്പം
ഇത്തരത്തിൽ ഈ പറയുന്ന 6 കാര്യങ്ങൾ, ആദ്യത്തെ എഴുതിയിരിക്കുന്നത് വാട്ട് ഈസ് ഗ്രോത്ത് എന്നാണ്. ബാക്കി 6 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ കഴിയും, ഗ്രോത്ത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വളർച്ച ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഉണ്ടായിരിക്കണമെന്നില്ല, പക്ഷേ എന്തെങ്കിലും ഒരു കഴിവില്ലാത്ത ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അതാണ് പറയുന്നത്, ഖരാബുവ ഖടീബി ദിന്മേ ദോബാർ സഹിതേൻ ദിഖാത്തയെ, കേടായ വായിച്ചും ഒരു ദിവസം 2 പ്രാവശ്യം ശരിയായ സമയം കാണിക്കും. അതുകൊണ്ട് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുടെ കഴിവിനെ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച് ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ കൺസിസ്റ്റൻസിയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന PV, ഈ ചാർട്ട് കാണിച്ച് നിങ്ങളുടെ ടീമിൽ പുതുതായിട്ട് അസോസിയേറ്റ് ആളുകൾക്ക് ആദ്യം തന്നെ ഇത് കാണിച്ച് പറഞ്ഞു കൊടുത്ത് അവരോട് ചോദിക്കണം, വാട്ട് ഈസ് യുവർ ടാർഗറ്റ്? നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ട്? എല്ലാവർക്കും വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ എത്ര PV നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയുന്നു? എനിക്ക് തോന്നുന്നു 100% ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയാണ് കുറഞ്ഞത് 5000 PV എല്ലാവർക്കും ചെയ്യാൻ പറ്റും. 5000 PV എങ്കിലും അടുത്ത 1-2 മാസത്തിനുള്ളിൽ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ ലോയൽ അസോസിയേറ്റ് ബയേഴ്സ്. അതല്ലെങ്കിൽ ജസ്റ്റ് ജോയിൻ ചെയ്ത് 1-2 പ്രൊഡക്റ്റ് മാത്രം വാങ്ങിക്കുന്നു. അങ്ങനെ 5000ത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയണം. ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളിൽ ഒരു വലിയ ശതമാനം ആളുകൾ 5000 അതിൽ കൂടുതലോ PV ചെയ്യുന്നവരാണ്. 10000, 25000, 50000, 70000 ഒക്കെ PV കൂളായിട്ട് ചെയ്യുന്ന, സെയിൽ ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന ധാരാളം മിടുക്കർ, പ്രഗത്ഭർ നമ്മുടെ കൂടെ ഉണ്ട്. 5000ത്തിൽ കൂടുതൽ PV ചെയ്യുന്ന ആളുകൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? നമ്മുടെ കൂടെയുള്ള ആളുകൾ കാണട്ടെ. വെറും 100ഉം 200ഉം PVക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആളുകൾ പോലും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം എനിക്കറിയാം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ബൈ നെയിം എനിക്ക് വിളിക്കാൻ കഴിയും. കാരണം എൻ്റെ സിസ്റ്റത്തിൽ നോക്കിയാൽ എനിക്കറിയാം ഓരോരുത്തരുടെയും പർച്ചേസ് വോളിയം. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, ഇവൻ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന ആളുകളുടെ പോലും ഓരോരുത്തരുടെ PV എനിക്ക് കഴിഞ്ഞ 6 മാസത്തെ എനിക്ക് എടുത്ത് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞത് 5000 PV എന്ന് പറയുമ്പോൾ ഏതാണ്ട് 100% ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വീട്ടിൽ ആർസിമിൽ ഉപയോഗിക്കുന്നു എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ യു ആർ എ ലോയൽ അസോസിയേറ്റ് ബയർ. അങ്ങനെ ലോയൽ അസോസിയേറ്റ് ബയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാതിരിക്കാൻ ഒരു വഴിയില്ല. തനിയെ വരും. അവിടെ നിങ്ങളുടെ ഒരു ക്വാളിറ്റിയും പ്രശ്നമല്ല, പ്രായം പ്രശ്നമില്ല, ആൺപെൺ ഭേദങ്ങൾ പ്രശ്നമല്ല, നിങ്ങളുടെ ടെക്നോളജിക്കലായിട്ടുള്ള എക്സ്പെർട്ടൈസ് ആവശ്യമില്ല, ലാംഗ്വേജ് പ്രശ്നമല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി പ്രശ്നമല്ല, ഒന്നുമല്ല. നിങ്ങൾ ഈ ഉൽപ്പന്നം ഇത്ര ഉപയോഗിക്കുകയും അത് പ്രൊമോട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കഴിവുകൾ വളരും. നിങ്ങളുടെ പോരായ്ക പരിഹരിക്കാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സിസ്റ്റത്തിൽ അസോസിയേറ്റ് ചെയ്യും. കാലഘട്ടം മാറുന്നതനുസരിച്ച് വേണ്ട മേന്മകൾ അത് ഉള്ള ആളുകൾ നമ്മുടെ ടീമിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതാണ് നാരായണേട്ടൻ പറയും, സത്യസന്ധമായിരിക്കണം. ആർസിമിനെ കുറിച്ച് പറയുന്ന, പണ്ട് ആർസിമിന്റെ ലോഗോ അങ്ങനെ ആയിരുന്നു, 3 ശരിയായിരുന്നു. എന്തായിരുന്നത്? 3 ടിക്ക് മാർക്കുകളാണ്. ആ ടിക്ക് മാർക്ക് പറയുന്നത് RCM ശരിയാണ്, സുതാര്യമാണ്, സത്യമാണ്. ട്രൂ, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഓണസ്റ്റ്. സോ തീർച്ചയായിട്ടും ഈ കൺസിസ്റ്റൻസിയുടെ ഈ ഒരു സ്ലൈഡ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. നിങ്ങളുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ആർസിമിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ലീഡേഴ്സിനോട് ആവശ്യപ്പെട്ട് ആർസിമിൻ്റെ സക്രിയമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. ജോയിൻ ചെയ്യിപ്പിക്കുന്ന ആളുകൾ, ജോയിൻ ചെയ്യുന്ന പുതിയ ആളുകളെ അവരുടെ അനുവാദത്തോടു കൂടി സക്രിയമായ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. അല്പം മുമ്പ് 7:15 ചെന്നൈയിൽ നിന്ന് നമുക്ക് ബിനി മാഡം വളരെ മനോഹരമായ ഒരു സെഷൻ തരികയുണ്ടായി. എല്ലാ ദിവസവും വൈകുന്നേരം 7:15 റോസസ് പ്ലാറ്റ്ഫോം എന്ന പേരിൽ ലേഡീസിന് അവസരം കൊടുത്തുകൊണ്ട് നടന്ന പ്രോഗ്രാമിൽ പ്രൊഡക്റ്റുകളെ കുറിച്ചും ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ പറയുന്ന ധാരാളം സെഷൻ നടക്കുന്നു. എന്തുകൊണ്ട് ആ സെഷനൊക്കെ 1000 പേര് തികയുന്നില്ല എന്ന് എനിക്ക് സംശയം. ആ ഗ്രൂപ്പിൽ തന്നെ 1000-800ഓളം മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ അസോസിയേറ്റ് ബയേഴ്സിന്റെ എണ്ണം എടുക്കുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം, അത് 60% കൂടുതൽ സ്ത്രീകളാണ്. ഇത്രയധികം സ്ത്രീകൾ ആർസിമിൽ സക്സസ് ആണെന്ന് കണ്ടിട്ടും ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എനിക്കും വേണം, എൻ്റെ കൂടെ വരുന്ന കുറച്ച് പേരെയും രക്ഷപ്പെടുന്നതെന്ന് തോന്നാത്ത എന്താണ്? അവർക്ക് അതിലേക്ക് അടുക്കാൻ, അവർക്ക് കോൺഫിഡൻസ് കിട്ടാൻ, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ നല്ല ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിലെ ആർസിഎം ഗ്രൂപ്പിൽ നടക്കുന്ന, റെഗുലറായിട്ട് നടക്കുന്ന ഈ സോം പ്രോഗ്രാമുകൾ. എല്ലാവരും ഒരേ കഴിവുള്ളവരായിരിക്കില്ല. ചിലപ്പോൾ ഒരു ദിവസത്തെ സെഷൻ അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ ധാരാളം സെഷൻ വളരെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റ് നോളജ് തരുന്നതും കോൺഫിഡൻസ് തരുന്നതും അറിവ് തരുന്നതുമായിട്ടുള്ള ധാരാളം സെഷൻ ഉണ്ട്. പ്രൊമോട്ട്. നിങ്ങളുടെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തരും ആർസിമിനെ കുറിച്ച് പഠിക്കാനുള്ള അവസരത്തെക്കുറിച്ച് മടിയില്ലാതെ പറഞ്ഞു കൊടുക്കണം, എഴുതി കൊടുക്കണം എപ്പോഴാണ് പ്രോഗ്രാം എന്ന്. ഈ പെർഫോമൻസ് ബോണസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്. ഇത് പല ആളുകൾക്കും അറിയില്ല. അച്ചീവേഴ്സ്, വലിയ രീതിയിൽ വരുമാനം വാങ്ങിക്കുന്ന ആളുകൾക്ക് പോലും കണക്ക് കൂട്ടി പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അറിയണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ.
നമ്മൾ പറയാറുണ്ട് പഠിച്ചില്ലെങ്കിലും ആർച്ചമെന്ന് കിട്ടുന്ന പൈസയ്ക്ക് ഒരു പൈസകളും കുറവ് വരില്ല, സത്യമാണ്. പക്ഷേ എങ്ങനെയാണ് ഈ വരുമാനം വരുന്നത് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ ചെറുതായിട്ടെങ്കിലും നമ്മൾ പഠിക്കണം. ഈ സ്ലാബ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ഉറക്കത്തിൽ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. 5000 PV എങ്കിലും സ്വന്തം ഐഡിയയിലും ടീമും കൂടെ വന്നു കഴിഞ്ഞാൽ 2%, സ്വന്തം പർച്ചേസിന്റെ 2% അവർക്ക് കിട്ടും. അങ്ങനെ 2.5% മൾട്ടിപ്ലിക്കേഷനോടുകൂടി 22% വരെ 3 ലക്ഷം വോളിയം വന്നു കഴിഞ്ഞാൽ സ്വന്തം പർച്ചേസിന് 22% അവരുടെ അക്കൗണ്ടിലേക്ക് വരും. അപ്പോൾ ഒരു 3 ലക്ഷം PVക്ക് മുകളിൽ വോളിയമുള്ള ആളുകൾ ഒരു ഡിസ്പ്ലേ വാള് തുടങ്ങി ഒരു അയൽവക്കത്തുള്ള ഒരു 10-20 കുടുംബങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഒരു ഓപ്പണർ ലെവലിലുള്ള ബോണസോട് കൂടിയ വരുമാനം കിട്ടുന്നതിന് ഒരു പ്രയാസമില്ല. 10,000 PV അവരുടെ സെൽഫ് ഐഡിയയിൽ വന്നാൽ 10,000 PV എന്ന് പറഞ്ഞാൽ 20 വീട്ടുകാർ 2,000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ മതി. നല്ല എഫക്റ്റീവായിട്ട് ഡിസ്പ്ലേ വാൾ നടത്തിയാൽ 10,000 PV ഈസി ആയിട്ട് വരും. 10,000 PV വരുമ്പോൾ 2,200 രൂപ അക്കൗണ്ടിലേക്ക് വരും. ബോണസിൻ്റെതായിട്ടുള്ളത് വേറെ വരും. കൺസിസ്റ്റൻസി ബെനിഫിറ്റ് 3,000 രൂപ ക്യാഷും പ്ലസ് പ്രൊഡക്റ്റും വേറെ വരും. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇത് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇത് നമ്മൾ പഠിക്കണം. ഇത് പഠിച്ചാൽ മാത്രം പോരാ, മടിയും പേടിയും ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം. ഈ കണക്ക് നമ്മൾ പഠിക്കണം, പഠിപ്പിക്കണം. ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഒരു ഓഫറാണ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഗാമ ഒറിജിനലിന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഗാമ ഒറിജിനലിന്റെ ഫാക്ടറി വിസിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? തവിടെണ്ണ എന്ന് പറയുമ്പോഴേക്കും ഇന്നും പല ആളും ചോദിക്കും, തവിടെണ്ണയോ മനുഷ്യർ ഉപയോഗിക്കുന്നതാണോ? തവിടിനകത്ത് എണ്ണ കിട്ടുമോ? ഇത്രമാത്രം തവിട് എവിടെ കിട്ടും ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിക്കുന്നവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ ഏറ്റവും വലിയൊരു അവസരമാണ് കമ്പനി എപി ഓർഗാനിക്സ് ഹെൽത്ത് കാർഡ് ഉണ്ടാക്കുന്ന കമ്പനിയും ഗാമോർസിന കമ്പനിയും നമുക്ക് കാണാനുള്ളൊരു അവസരം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 4 മാസവും കൂടെ ചേർത്ത് സ്വന്തം വഴിയിൽ 100 ഗാമോർസുകൾ പർച്ചേസ് ചെയ്താൽ അവർക്ക് ഫാക്ടറി വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തരും. 2 പേർക്ക് പോകണമെങ്കിൽ ആസ് എ കപ്പിൾ, ഹസ്ബൻഡും വൈഫും കൂടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല, കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൂട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. അതിന് 150 പീസ് ചെയ്താൽ മതിയാകും. കുട്ടികളെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. എന്നാൽ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഒരാൾക്ക് 20 പീസ് എന്ന കണക്കിൽ നിങ്ങൾക്ക് കുട്ടികളെയും പങ്കെടുപ്പിക്കാം. ഓരോ പ്രോഗ്രാമിലും പങ്കെടുക്കുന്ന ആളുകളിൽ ടോപ്പ് 10 അച്ചീവേഴ്സിന് പ്രത്യേകമായ പുരസ്കാരങ്ങളും ഗാല ഡിന്നറും ഒക്കെ ഉണ്ടാകും. കമ്പനിയുടെ ഓണർ MD ഡോക്ടർ AR ശർമ്മ, അതുപോലെ ഗാമോർസുലിൻ്റെ എല്ലാമായ ഡയറ്റീഷ്യൻ ഇഷ വസിഷ്ഠ്, അവരോടൊപ്പം ഫോട്ടോ എടുക്കാനും അതൊരു മൊമെൻറ്റോ ആക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകും. ആ ചെല്ലുന്ന ആളുകൾക്ക് ഒരു 4 സ്റ്റാർ പ്രീമിയം 4 സ്റ്റാർ ഹോട്ടലിൽ അക്കോമഡേഷനും, ചെല്ലുന്ന അന്നത്തെ ലഞ്ച്, രാത്രിത്തെ കാല ഡിന്നർ, സെലിബ്രേഷൻ, പോരുന്ന അന്ന് ചെക്കൗട്ട് ചെയ്യുന്ന ദിവസത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതെല്ലാം ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു അവിസ്മരണീയമായ ഒരു ടൂർ പ്രോഗ്രാമായിട്ട് അത് മാറും. പലരും പറയാറുണ്ട്, സാറേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു എക്സ്കർഷന് പോലും പോകാൻ പറ്റിയിട്ടില്ല, ഇതുവരെ ഒരു ടൂറൊന്നും പോകാൻ പറ്റിയിട്ടില്ല, അങ്ങനെ പറയുന്ന ഒത്തിരി ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, ഈ ഒരു അവസരം ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് കുടുംബാംഗങ്ങളോടൊപ്പം നന്നായി എൻജോയ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം ഏറ്റവും കാലാവസ്ഥ അനുയോജ്യമായ സമയം. ആ സമയത്തായിരിക്കും നമുക്ക് ഫാക്ടറി വിസിറ്റിൽ അവസരം കിട്ടുക. ഈ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇനിയുള്ള 10 ദിവസം ശരിയായിട്ടൊന്ന് ഫോക്കസ് ചെയ്താൽ ആർക്ക് വേണം ടാർഗറ്റ് അച്ചീവ് ചെയ്യാം. എനിബഡി ക്യാൻ ഡു ദാറ്റ്. എന്താണ് ഈ പ്രൊഡക്റ്റ് എന്നും അതിൻ്റെ സാധ്യത എന്താണെന്നും മനസ്സിലാക്കുക. പുതുതായിട്ട് ജോയിൻ ചെയ്ത ആളുകൾ ആരാണോ നിങ്ങൾ ആശുപത്രി ജോയിൻ ചെയ്യിപ്പിച്ചത് അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇനി അതിനേക്കാൾ വളരെ എളുപ്പം ഇന്ന് യൂട്യൂബിൽ മലയാളം എന്നടിച്ചാൽ ഡോക്ടർ രാജൻ, നമ്മുടെ കനകമ സിസ്റ്റം, അതുപോലെ ധാരാളം അത് കണ്ടുകൊണ്ട് നമുക്ക് ഈ ഡീറ്റെയിൽസ് എടുത്തുകൊണ്ട് മനസ്സിലാക്കിയ ആൾക്ക് പറഞ്ഞു കൊടുക്കാം. സോ ഗാമ റിസൾട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് കിട്ടിയ ഈ അവസരം നമ്മൾ ശരിക്ക് പ്രയോജനപ്പെടുത്തണം. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് RCM 25 വർഷം പിന്നിട്ടിരിക്കുന്നു, സിൽവർ ജൂബിലി സെലിബ്രേഷൻ. എന്താണ് നിങ്ങളുടെ തയ്യാറെടുപ്പ്? ഇന്നലെ ബിൽവാരയിൽ രൂപാന്തര യാത്ര തുടങ്ങി. എന്താണ് അതിൻ്റെ തയ്യാറെടുപ്പുകളും അവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. എത്ര ആളുകളാണ്
കണ്ടില്ലേ? അതേപോലെ ആ യാത്ര 17,000 കിലോമീറ്റർ യാത്ര, പല സ്ഥലങ്ങളിൽ സെലിബ്രേഷൻ. അങ്ങനെയുള്ള സെലിബ്രേഷനിൽ സൗത്ത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് വരുന്ന ആദ്യത്തെ രഥ സിറ്റി സെലിബ്രേഷൻ നമ്മൾ കണ്ണൂരാണ് നടത്താൻ പോകുന്നത്. സെപ്റ്റംബർ 30 രാവിലെ. ഒക്ടോബർ 1 രാവിലെ തൃശ്ശൂരും, ഒക്ടോബർ 2 സിയാലിൽ വലിയ സെലിബ്രേഷനും. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് കേരളം മുഴുവൻ. കേരളത്തിലെ ധാരാളം ലീഡേഴ്സ് അതിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് എല്ലാം ഏറ്റവും ഭംഗിയാക്കി നടത്താനും, നടന്നിട്ടുള്ള പ്രോഗ്രാമുകൾ ഏറ്റവും മികച്ചത് കേരളത്തിലേതായിരുന്നു എന്ന്, അവിസ്മരണീയമായിരുന്നു എന്ന് ഓരോരുത്തരും പറയുകയും ചെയ്യുന്ന തരത്തിൽ അതിനെ ഭംഗിയാക്കാൻ വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ആ പ്രോഗ്രാമിൽ കുടുംബസമേതം ടീമിനൊപ്പം പങ്കെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ട പ്ലാനിങ് ഇനിയും ചെയ്തിട്ടില്ലാത്ത ആളുകൾ പ്ലാൻ ചെയ്യുക. ഒക്ടോബർ 2 സിയാലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. മാത്രമല്ല, മംഗലാപുരത്ത് നിന്ന് കേരളത്തിലേക്ക് ആ യാത്ര പ്രവേശിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ മുതൽ അതിനെ അനുഗമിക്കണം. ആ മനോഹരമാക്കി അലങ്കരിച്ച ആ രഥത്തെ നമ്മൾ ഹൃദയപൂർവ്വം പിന്തുടരണം. തുടക്കത്തിൽ ബിനുസാർ അതിൻ്റെ ധാരാളം വീഡിയോകളൊക്കെ കാണിച്ചു. കുറച്ചു പേരെ കണ്ടുള്ളൂ, എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ആ സമയത്ത് സ്ട്രെങ്ത് കുറവായിരുന്നു. ഇപ്പോഴും കുറേശ്ശെ ആളുകൾ പോകുന്നുണ്ട്. കഴിയുമെങ്കിൽ ഈ പ്രോഗ്രാമിന് അവസാനം ബിനുസാർ ഒരു പ്രാവശ്യം കൂടെ ആ രഥയാത്രയുടെ ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നുണ്ടാകും, നിങ്ങൾക്ക് കാണാം. ഏതായാലും രൂപാന്തര യാത്രയുടെ പ്രൊമോഷൻ വേണ്ടി തയ്യാറാക്കിയ ഈ പാട്ട് വളരെ അർത്ഥവത്താണ്. ഹിന്ദി അറിയത്തില്ലാത്ത ആളോട് സോറി എന്ന് എനിക്ക് പറയാൻ കഴിയൂ. ഗാവു ഗാവു യാ ഷഹർ ഷഹർ ആർസി അങ്കി ചലി ലഹർ. പ്രത്യേകിച്ച് അർത്ഥമൊന്നും മനസ്സിലായില്ലെങ്കിലും ദിവസം 2 പ്രാവശ്യമെങ്കിലും ഈ പാട്ട് നിങ്ങൾ കേൾക്കുക. നിങ്ങളിലും ആ ഒരു തരംഗം അലയടിക്കും. ഒന്ന് കേട്ടു നോക്കാം. बदले जन जन बदले घर घर गांव गांव शहर शहर आरसीएम की चली लहर गांव गांव शहर शहर आरसीएम की चली लहर बदलावों का दौर आया सपनों ने आकर पाया सेवा संस्कार और स्वास्थ्य को आज सबने कनाया गांव गांव शहर शहर आरसीएम की चली लहर आओ सेवा का दीप जलाएं सास के संकल्प को तना ബാക്കി നിങ്ങൾ പതുക്കെ बदले जन ഈ രൂപാന്തര യാത്രയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ആണുങ്ങൾക്ക് രൂപാന്തര യാത്ര വെളുത്ത ഷർട്ടും, സ്ത്രീകൾക്ക് ഈ RCM ലോഗോ സാരിയുമാണ് വേഷം. നിങ്ങളിൽ എത്ര പേര് ആ ഡ്രസ്സ് കരുതിയിട്ടുണ്ട്? നിങ്ങളുടെ ടീമിൽ എത്ര പേര് അതിന് തയ്യാറായിട്ടുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ഡിപ്പോയിൽ വന്ന ഉടനെ തീരുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ നിന്ന് ഹനീഫ സാർ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഞാൻ ചോദിച്ചത് കിട്ടുന്നില്ല, എങ്ങനെയെങ്കിലും വാങ്ങിത്തരണം. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം. ഞാൻ വിളിച്ചു, കമ്പനിയിൽ സ്റ്റോക്ക് എത്തിയിരുന്നില്ല, വന്ന് തീർന്നു പോയി. ഇന്ന് വൈകുന്നേരം ഞാൻ വീണ്ടും വിളിച്ചു പറഞ്ഞു യെസ് സാർ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള നാളത്തെ വണ്ടിയിൽ കയറ്റിവിടും. ഡിപ്പോയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് എളുപ്പത്തിൽ കിട്ടാനുള്ള വഴി. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന PUCക്കാരോട് പറയുക എത്രയും വേഗം ഓർഡർ ഇടുക. ഓർഡർ ഇടുന്നില്ലെങ്കിൽ ഡിപ്പോയിൽ വിളിച്ചു പറയുക നിങ്ങൾക്ക് എത്ര സാരി ആവശ്യമുണ്ട്, എത്ര ഷർട്ട് ആവശ്യമുണ്ട്, ഷർട്ടിൻ്റെ സൈസ് ഏതാണ്. അത് ഡിപ്പോയിൽ കൃത്യമായി വിളിച്ചു പറഞ്ഞാൽ അടുത്ത വണ്ടിയിൽ അവിടുന്ന് അയക്കും. ഡിസംബർ മാസം വരെ രൂപാന്തര യാത്ര സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്തും നടക്കുന്ന സെലിബ്രേഷനെ കണക്കിലെടുത്തുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് പ്രോഗ്രാമിന് മുമ്പ് കിട്ടാവുന്ന തരത്തിൽ പ്രിയോറിറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് പ്രൊഡക്റ്റ് ലഭ്യമാക്കും. നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ട് നമ്മുടെ ടീമിലുള്ളവർക്ക് ഇത് കിട്ടാതിരിക്കാൻ ഇടയാവരുത്. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും RCMന്റെ രൂപാന്തര യാത്ര ഷർട്ട് ഇട്ട് വരുന്നു. സ്ത്രീകളൊക്കെ RCM ലോഗോ സാരി ധരിച്ചു വരുന്നു. നിങ്ങളുടെ ടീമിലുള്ള കുറച്ച് പേരും മാത്രം അതില്ലാതെ വന്നാൽ ആളുകൾ നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കും. എന്ത് പറ്റി എന്ന് ചോദിക്കും. അങ്ങനെ വരാൻ ഇടവരരുത്. ടീമിലുള്ളവർക്ക് വേണ്ടി കൂടെ, അതാണ് ഞാൻ പറഞ്ഞത്, ടീമിലുള്ളവരെ വിളിച്ച് പറഞ്ഞ് ചോദിച്ച് അവർക്കും കൂടെ വേണ്ടി വാങ്ങുക, അറേഞ്ച് ചെയ്യുക, ലഭ്യമാക്കുക. ഇറ്റ് ഈസ് പോസിബിൾ. ഇനിയും സമയമുണ്ട്. കാരണം കേരളത്തിലേക്ക് ദിവസവും എന്ന കണക്കിൽ ബിൽവാലിൽ നിന്ന് വണ്ടി വരുന്നുണ്ട്.
അവിടെ മിക്കവാറും ഒക്കെ സ്റ്റോക്ക് ഉണ്ട്, ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവും. എന്നാലും ശരി, ഇനിയും 2-3 വണ്ടിയെങ്കിലും ബിൽവാലിൽ നിന്ന് വരുന്ന സാധനവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ണം സമയമുണ്ട്. ഒക്ടോബർ 2-ാം തീയതിയാണ്. സോ കോണ്ടാക്ട് യുവർ ഔട്ട്ലെറ്റ് ഓണേഴ്സ്. നിങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന PUC വണ്ടർവേൾ ആളുകളെ അറിയിക്കാം. ഓൾറെഡി സാധനം ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട്. എറണാകുളത്ത് വണ്ടർവേൾഡ് പ്രൈമില്, ബഥാനിയയില്, സുലഭില്, അതുപോലെ കോഴിക്കോട് വണ്ടർവേൾഡ് സുജിസാറിന് ഷോപ്പിലൊക്കെ ഉള്ളതായിട്ട് പറയുകയുണ്ടായ. ഗ്രൂപ്പിലൊക്കെ മെസ്സേജൊക്കെ കണ്ടു. ഇഷ്ടം പോലെ വാങ്ങും. ഒരു ഷർട്ടും അതുപോലെ ആരൊക്കെയാണോ ഈ പ്രോഗ്രാം പങ്കെടുക്കുന്നത് ലേഡീസ് RCM ലോഗോ സാരി, അത് നമ്മുടെ ഒരു അഭിമാനമാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ശരിക്കും ആ ഒരു വീഡിയോ ഇവിടെ കാണിക്കേണ്ടതായിരുന്നു. പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനിലും ഇപ്പോൾ നടന്ന ഈ പ്രോഗ്രാമിലും ഇന്ന് അഹമ്മദാബാദിൽ നടന്ന പ്രോഗ്രാമിലൊക്കെ കംപ്ലീറ്റ് സ്ത്രീകൾ RCM ലോഗോ സാരി എടുത്തിട്ടാണ്. സത്യത്തിൽ ഇത് നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാക്കിയ പ്രൊഡക്റ്റ്. 2019 TCG വന്ന സമയത്ത് കേരളത്തിലെ ലീഡേഴ്സിന്റെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് TCG അനുവദിച്ചതാണ് RCMന്റെ പ്രൊഡക്റ്റായിട്ട്. അന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രമാണ്, സത്യത്തിൽ കേരളത്തിൽ മാത്രമാണ് അനുവദിച്ചത്. പക്ഷെ പിന്നീട് ഇത് കണ്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പ്രൗഢി കണ്ട് വടക്കേന്ത്യയിലെ സ്ത്രീകൾ മുഴുവൻ ആകൃഷ്ടരായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, RCMൽ ഇത്രയധികം സാരികൾ ഉണ്ടായിട്ടും, RCMൽ ലോകമുള്ള ധാരാളം സാരികൾ വേറെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആളുകൾ ഇത് സെലക്ട് ചെയ്തു? ആ കേരള തനിമയുടെ ഒരു മഹത്വം സത്യത്തിൽ നമ്മൾ മറക്കുന്നു. നമ്മൾ മോഡേണിലേക്ക് പോകുമ്പോൾ ആളുകൾ ഇന്ത്യ മുഴുവൻ ഈ പറയുന്ന കേരള തനിമയെ ഉൾക്കൊള്ളുന്നു. നമ്മൾ മാറി നിൽക്കുന്നത് ശരിയാണോ? ഓരോ RCM കുടുംബാംഗവും, ഓരോ സ്ത്രീകളും ഈ സാരി വാങ്ങണം. RCMന്റെ പ്രോഗ്രാമുകളിൽ ഈ സാരി ഉടുത്തുകൊണ്ട് പങ്കെടുക്കുന്ന ഒരു ശീലമാക്കണം. രൂപാന്തര യാത്രയ്ക്കും രഥ സെലിബ്രേഷനും 100% ഈ സാരി ഉടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം പങ്കെടുക്കുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രൗഢി, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ എന്താണ് പറയുക, ആ ഒരു RCMന്റെ മേന്മ വിളിച്ചു പോകുന്ന ഒരു യൂണിഫോം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും അത് വാങ്ങണം. അതിന് വേണ്ട പണി ഉടൻ തന്നെ ചെയ്യണം. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. TCG പറഞ്ഞ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? പുതിയതായിട്ട് ആളുകൾ വരുമ്പോൾ അവർ RCMകാരായിട്ടല്ല, ആളുകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണോ അതൊക്കെ അവരുടെ ശീലത്തിലുണ്ടാകും. എന്നാൽ RCMലേക്ക് വരുമ്പോൾ RCMന്റെ ലോഗോയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫോമിങ് ലൈഫ്സ് വിത്ത് ദ പവർ ഓഫ് വാല്യൂസ്. ആ പവർ ഓഫ് വാല്യൂസിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ TCG പറഞ്ഞ 5 കാര്യങ്ങൾ അതിന് മുകളിൽ ഒരു വാണിംഗ് കൂടി എഴുതി ചേർത്തതാണ്. ആക്റ്റീവ് ID ഉള്ളവർ സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ വേറൊരു ഗ്രൂപ്പിൽ ID എടുക്കരുത്. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് ചിലർക്ക് ഇഷ്ടക്കേട് തോന്നും. ശരിയാ. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പണ്ടൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, ഇല്ലേ ജാനകിയമ്മേ? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്നോട് ആർക്കും വിരോധം തോന്നണ്ട. ആരെങ്കിലും അങ്ങനെ ഒരു ID എടുത്തിട്ടുണ്ടെങ്കിൽ അവർ കുടുങ്ങിയാൽ പിന്നെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സോ ഇത് മനസ്സിലാക്കുക. ID ഉള്ള ആളുകൾ, RCMൽ ആക്റ്റീവായിട്ടുള്ള ID ആളുകൾ സ്വന്തം പേരിലോ കുടുംബാംഗങ്ങളുടെ പേരിലോ വേറൊരു ഗ്രൂപ്പിൽ ID എടുക്കരുത്. അതൊരു വാണിംഗ് ആണ്. TCG പറയുന്നത് കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യരുത്. ചെയ്താൽ കുഴപ്പമുണ്ടാവുന്നല്ല പറഞ്ഞത്, ചെയ്യരുത് എന്നാ പറയുന്നത്. അതിനകത്ത് വേറെ ആലോചിക്കേണ്ട കാര്യമില്ല. ചെയ്താൽ പണം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, നമുക്ക് പലതരത്തിൽ ബന്ധങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകും. തെറ്റായ രീതിയിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കരുത്, ചെയ്യിപ്പിക്കരുത്. എന്താണ് തെറ്റായ രീതിയിൽ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാതെ ബില്ലടിക്കുകയോ, സെയിൽ ചെയ്തിട്ട് ബില്ലടിക്കാതിരിക്കുകയോ, കൂട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് തെറ്റായ രീതിയാണ്. സ്വന്തം IDയിൽ എത്ര കൂടുതൽ പർച്ചേസ് ചെയ്യാമോ നിങ്ങൾ ചെയ്യൂ. 1500 PV ആണ് ഞാൻ ചെയ്യുന്നത്, മിച്ചമുള്ളത് മാറ്റി വെക്കരുത്. 2500 PV ആണ് ഞാൻ ചെയ്യുന്നത്, ബാക്കി ഒരു സാധനം വാങ്ങിച്ചാൽ മാറ്റി വെക്കരുത്. കീപ് ബില്ലിംഗ് ഓൺ യുവർ ID. അതാണ് ചെയ്യേണ്ടത്. ടീം മാറാനോ മാറ്റാനോ ശ്രമിക്കരുത്. ബന്ധങ്ങൾ നിലനിർത്താൻ ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, അപ്ലൈൻ പറയുന്ന തെറ്റായ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനെ ആളുകൾ വളച്ചൊടിക്കാറുണ്ട്. തെറ്റായ എന്നങ്ങ് വിഴുങ്ങും.
അപ്പോഴേയും പറയുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാക്കും. എളുപ്പമുണ്ടല്ലോ, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യാമല്ലോ, അല്ലേ? ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം കൂടെ പുതിയ ആളുകൾ പറഞ്ഞാൽ ദഹിക്കില്ലെന്ന് എനിക്കറിയാം. പുതിയ ആളുകൾ മാത്രമല്ല, കാർഡിനൽ റൂൾസിന്റെ ആദ്യത്തെ ഒരു സെന്റൻസ് പറയുന്നത് നെവർ ഡു എനിത്തിങ് ന്യൂ വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് സിസ്റ്റം ഓർ അപ്ലൈ. പുതിയതായിട്ട് നിങ്ങളുടേതായ ഒരു ഐഡിയ അപ്ലൈ ചെയ്താൽ അത് ഗുണം ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നാണ് ആ പറയുന്നതിനർത്ഥം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയിരിക്കുന്നത് മനസ്സിലാക്കി അതിനെ ശരിയായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയണം. പലപ്പോഴും ആളുകൾക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഡിസയർ ചേഞ്ചസ് നത്തിങ്. ആഗ്രഹിച്ചുകൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റില്ല. ഡിസിഷൻ ചേഞ്ചസ് സംതിങ്. തീരുമാനം എടുക്കുന്നതുകൊണ്ട് ചെറിയ മാറ്റമൊക്കെ ഉണ്ടാകും. ബട്ട് ഡിറ്റർമിനേഷൻ ചേഞ്ചസ് എവറിത്തിങ്. നിങ്ങൾ ആർസിഎമ്മിൽ കാണുന്ന സക്സസ്ഫുള്ളായ ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ കാണുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയത്തോടു കൂടി മുമ്പോട്ടുള്ള പ്രയാണം എല്ലാം മാറ്റിമറിക്കും. തീർച്ചയായിട്ടും ആർസിഎമ്മിയുടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവാൻ അത് നിങ്ങളെ സഹായിക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ പേഴ്സണലായ വ്യക്തിപരമായ നേട്ടത്തെക്കാളുപരി ആർസിഎമ്മിൻ്റെ ഈ നന്മ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ആർസിഎമ്മിനെ അനുദിനം വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയണം. അതിനായിരിക്കണം നമ്മുടെ പ്രയത്നം. ഒന്നും അധികമാവില്ല. പുട്ട് യുവർ ബെസ്റ്റ്. ചില ആൾ പറയും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോരാ, പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യണം. 2019 വിൽവാലയിൽ പോയപ്പോൾ കേരളത്തിലെ ഓഡിയൻസിനെ അഭിമുഖീകരിച്ചുകൊണ്ട് TCG സംസാരിക്കുമ്പോൾ പറഞ്ഞു, കഴിഞ്ഞ 19 വർഷമായിട്ട് ഞാനിവിടെ ഇങ്ങനെ അക്കാഡമിക് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്ന ആളുകളാണ് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ. ഞാൻ പറയുന്ന കാര്യങ്ങളുടെ 1% അവർ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ആർസിഎം എവിടെ എത്തിയിട്ടുണ്ടാവും. ഇവിടെ വരുന്നു, കേൾക്കുന്നു, പോകുന്നു. എന്നാൽ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾ 90% പേര് ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകാത്തവരാണ്. പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറയാനുണ്ടെങ്കിൽ അവരാണ് ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാകാത്ത ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നെങ്കിൽ ചെയ്യുന്നത് എന്ന് പറയാൻ. അപ്പോൾ ആ ഒരു അപ്രീസിയേഷൻ അദ്ദേഹം പറഞ്ഞത് ഈ ടീമിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തിക്കൊണ്ടാണ്. കഴിഞ്ഞ മാസം നമ്മുടെ ടീമിൽ വന്നിട്ടുള്ള പെർഫോമൻസ് ഗ്രോത്ത് തീർച്ചയായിട്ടും എല്ലാവരുടെയും മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? ഞാൻ പറയുന്നത്, കഴിഞ്ഞ മാസം 10,000 പേര് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, 10,000 കണക്കിന് ഓണക്കിറ്റുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അവരിലേക്ക് ആ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾ അവരെ കൊണ്ടുവന്നവർ, ഓണക്കിറ്റ് കൊടുത്തവർ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ഗ്രോത്ത് ഈ മാസം നമുക്ക് കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. 1000 രൂപയുടെ കിറ്റ് വാങ്ങിച്ച ആളുകളോട് ചോദിക്കണം, നിങ്ങൾ വാങ്ങിച്ച ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഏതാണ്? അതിൻ്റെ വിലയും അതിൻ്റെ ഗുണമൊക്കെ പറഞ്ഞിട്ട് പറയുക. അതിന് പകരം 2000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സ്ഥിരമായി പ്രോഡക്റ്റ് വാങ്ങിക്കുകയും ആർസിഎമ്മിൻ്റെ മറ്റ് മുഴുവൻ നേട്ടങ്ങൾ അനുഭവിക്കുകയും ചെയ്യാം. ഇവിടെ പറഞ്ഞ നേട്ടങ്ങളൊക്കെ എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നു, ആ 10,000 ജോയിനിങ് കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടെങ്കിൽ കിറ്റ് വാങ്ങിച്ച മുഴുവൻ ആളുകളും 2000 രൂപയുടെ പർച്ചേസ് ചെയ്ത് ഈ മാസം പുതിയതായിട്ട് ജോയിൻ ചെയ്യും. ആരൊക്കെയാണോ കിറ്റ് പ്രൊമോട്ട് ചെയ്തത് അവർക്ക് എളുപ്പത്തിൽ അത് സാധിക്കാൻ കഴിയും. ആരൊക്കെയാണോ കിറ്റ് കൊടുക്കാൻ പറ്റാത്തതിന് പ്രയാസപ്പെട്ടിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും പറഞ്ഞു കൊടുക്കൂ. ഒരു സംശയവും വേണ്ട, ഈ മാസവും വലിയ ഗ്രോത്ത് ഉണ്ടാകും, ഒത്തിരി പിൻലെവലുകൾ ഉണ്ടാകും, ഒപ്പം രൂപാന്തര യാത്രകൾ നമ്മൾ അടിച്ചു പൊളിക്കും. ആ അവസരം നഷ്ടപ്പെടുത്തി എന്നൊരു പശ്ചാത്താപം ആർക്കും ഉണ്ടാവാൻ ഇടവരരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ആർസിഎം.